സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിറ്റ്നസിൻ്റെ ഓരോ എപ്പിസോഡിലും കേൾക്കുവാനിടയായി തീർന്നത്. ഇന്നും നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളോടൊപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായിട്ട് പ്രിയപ്പെട്ട തടത്തിൽ അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് പിന്നെയും ഒന്നിച്ച് ചേർന്ന് വരുവാന്തക്കൊണ്ടും അവിടുന്ന് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുത്തെ പ്രിയദാസനെ അവിടുത്തെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ, അതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യമുണ്ടാകണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളുടെ കുറദോഷങ്ങളെ ക്ഷമിച്ച് തിരുമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. മുറ്റുമായി സമർപ്പിക്കുകയാണ് അപ്പ. വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യാൻ നീ വിശ്വസ്തനാകിയാൽ സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു മൂലധർമ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ വളരെ നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് വി വിറ്റ്നസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട തോമസ് തടത്തിൽ അച്ഛനാണ്. അച്ഛനെന്ന് പറയുമ്പോൾ പൗരോഹിത്യ മാർഗത്തിൽ നിന്ന് രാജകീയ പൗരോഹിത്യത്തിലേക്ക് വന്ന ഒരു വാത്സല്യമുള്ള ദേവദാസൻ്റെ അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ തടത്തിൽ അച്ഛനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം അച്ഛാ. പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് അച്ഛൻ ഞങ്ങളോടൊപ്പം ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ ജോയിൻ ചെയ്തതിൽ. ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പൗരോഹിത്യ മാർഗത്തിൽ നിന്ന് രാജകീയ പൗരോഹിത്യത്തിലേക്ക് വന്ന ഒരു ഫാദറാണ് നമുക്കിന്ന് സാക്ഷ്യങ്ങൾ പറയുന്നതെന്ന്. അങ്ങനെ ഒരു അനുഭവമാണ് അല്ലേ? തീർച്ചയായിട്ടും. ശരി, ഒത്തിരി അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാനുണ്ട്. അച്ഛൻ്റെ സ്വദേശമൊക്കെ എവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ? എൻ്റെ ജനിച്ചതും വളർന്നതും കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ ആണ് ഞാൻ ജനിച്ചതും വളർന്നതും. പഠിച്ചതും എല്ലാം അവിടെ തന്നെയാണ്. പിന്നീട് ഞാൻ അവിടെ നിന്ന് മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കിയത് ബത്തേരി, ഈ മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപതയുടെ സെമിനാരിയിലാണ്. അതിനുശേഷം ഫിലോസഫിയും തിയോളജിയും ഞാൻ പഠിച്ചത് തിരുവനന്തപുരം മേജർ സെമിനാരിയിലാണ്, കാത്തലിക് മേജർ സെമിനാരിയിൽ. അങ്ങനെ 12 വർഷം അവിടെ പഠിച്ചു. പിന്നീടാണ് ബത്തേരി രൂപതയുടെ കീഴിലുള്ള മംഗലാപുരം, അതുപോലെ പിന്നെ നീലഗിരി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ പുരോഹിതനായിട്ട് ഞാൻ 16 വർഷം കത്തോലിക്ക പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ്. 16 വർഷങ്ങൾ കത്തോലിക്ക പുരോഹിതനായിരുന്നു. സെമിനാരി പഠനവും മറ്റുമായിട്ടൊക്കെ 12 വർഷം സെമിനാരിയിൽ പഠിച്ചു. 12 വർഷം. തീർച്ചയായിട്ടും. ശരി. അപ്പോൾ 12 വർഷം സെമിനാരിയിൽ പഠിച്ചു. ഒരു സമർപ്പിത ജീവിതം ആ വിധത്തിൽ കാത്തലിക് ചർച്ച അനുശാസിക്കുന്ന പോലെ ഒരു ജീവിതം നയിച്ച ഒരു പുരോഹിതനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പശ്ചാത്തലമൊക്കെ തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും പത്തനംതിട്ട തോന്നിയാമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മലബാറിലേക്ക് കുടിയേറി പാർത്തത്. അവർ രണ്ടുപേരും, അച്ഛനും അമ്മയും, മരിച്ചുപോയി. എൻ്റെ നല്ല പ്രായത്തിലെ, ചെറുപ്പപ്രായത്തിലെ 14 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അതിനുശേഷം സെമിനാരി ചേരുന്നതിൻ്റെ മുൻപ് അമ്മയും മരിച്ചു. എനിക്ക് 2 ജ്യേഷ്ഠന്മാരും നേരെ മൂത്തത് ഒരു പെങ്ങളാണ്. ഞങ്ങൾ 5 മക്കളാണ്. അതിൻ്റെ അവർ എല്ലാം കാർഷികമായ മേഖലകളിൽ പിന്നെ ആയിരിക്കുന്നു. അവരുടെ മക്കളൊക്കെ ജോലിയും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കും. അച്ഛന് പിന്നെ ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കാലുവെക്കുവാൻ കാരണം അല്ലേ, ചെറിയ പ്രായം മുതൽ അങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ? അങ്ങനെ ഒരു ചെറുപ്രായം മുതലേ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫൊന്നും ആയിരുന്നില്ല എൻ്റേത്.
ചെറിയ പ്രായത്തിൽ അനുഭവങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെ എപ്രകാരമായിരുന്നു ഈ ഒരു വഴിയിലേക്ക് വന്നത്? ചെറിയ പ്രായം മുതൽ അച്ഛൻ അനുഭവങ്ങൾ പറയാം. തീർച്ചയായിട്ടും. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഒരു 10ാം ക്ലാസ് വരെയുള്ള സമയമൊക്കെ ആ ചെറുപ്പത്തിൻ്റെതായതുകൊണ്ട് പള്ളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പള്ളിയുടെ കുർബാനയിൽ പങ്കെടുക്കുകയും അങ്ങനെ ഉള്ള ഒരു തലത്തിലാണ് നീങ്ങിയത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 7 വർഷക്കാലം ഞാൻ എവിടെയും പോയിട്ടില്ല. തുടർന്ന് പഠിച്ചില്ല. അച്ഛൻ്റെ മരണമൊക്കെ എൻ്റെ പഠനത്തെ ബാധിച്ചു. പിന്നെ തുടർന്ന് ഞാൻ പഠിക്കാൻ പോയില്ല 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയം എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വ്യത്യാസത്തിൻ്റെ, ഞങ്ങളുടെ പിന്നെ പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യമാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ കേന്ദ്ര ഇതാണ്. ഞാൻ ജനിച്ചത് ചുറ്റുപാടുകളൊക്കെ ഒരു കമ്മ്യൂണിസം ശക്തമായി നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ ആശയങ്ങളുമൊക്കെ, ഞാൻ ചെറുപ്പം മുതലേ പുസ്തകം വായിക്കുന്ന നല്ലതുപോലെ വായനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ വായനകളും എല്ലാം എൻ്റെ ആശയങ്ങൾ, എൻ്റെ മാനസിക നിലപാടുകളെല്ലാം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയോടുള്ള അനുകൂലമായിട്ടാണ് വളരുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ വളർന്നു. 10, 18, 20 വയസ്സ് വരെ ഞാൻ അങ്ങനെയാണ്. പിന്നെ പള്ളിയിലൊന്നും പോവില്ല. യുക്തിവാദ സംഘടനകളുടെ ഒക്കെ പ്രവർത്തനവുമായിട്ട് ഞാൻ ശക്തമായി നിന്ന ഒരാളാണ്. തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന യുക്തിവിചാരം മാഗസിനൊക്കെ അവിടെ കൊണ്ടുവന്ന് അത് വിതരണം ചെയ്യുക. ദൈവമില്ല എന്ന് ശക്തമായി എൻ്റെ ആ ചെറുപ്രായത്തിൽ, പക്വതയുടെ പ്രായം ഞാൻ പറയുന്നില്ല, ആ ചെറുപ്രായത്തിൽ ശക്തമായിട്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഒരു വൈരുദ്ധ്യാത്മക ചിന്താഗതിയിൽ നടക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വായനകൾ മുഴുവനും മാർക്സിസവും, അതായത് കാൾ മാർക്സിൻ്റെ ചിന്തകളും അതുപോലെ തന്നെ മാവോ സേതൂങ്ങിൻ്റെ പുസ്തകങ്ങളും ഒക്കെയാണ് കൂടുതലും ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അറിവിൻ്റെ തലങ്ങളൊക്കെ ആ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ലോകത്തിലെ ആശയങ്ങളെന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 18-20 വയസ്സിലാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ദൈവം ഒരുക്കുന്ന വഴികളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദൈവം ശ്രദ്ധിക്കുന്നവനെ എവിടെ നിന്നും ദൈവം തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒന്നാണ്. എനിക്കിപ്പോൾ 60 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് തന്നെയാണ്. ഞാനിങ്ങനെ രാഷ്ട്രീയമൊക്കെ കളിച്ച്, അത് വലിയ പ്രശസ്ത രാഷ്ട്രീയങ്ങളൊന്നുമല്ല, ഈ പോസ്റ്റർ ഒട്ടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ രാഷ്ട്രീയ മുൻനിരകളിലൊന്നുമില്ല. അങ്ങനെ ആശയങ്ങളിൽ രാഷ്ട്രീയപരമായി നിൽക്കുന്നവരുമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വികാരിയച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നു. അപ്പം അമ്മയൊക്കെ പള്ളിയിൽ പോവുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നു. ഈ അച്ഛൻ ഹൗസ് വിസിറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് സംസാരിച്ചു. ഞാൻ തിരിച്ച് ആശയപരമായ സംവാദങ്ങൾ നടത്തി. അങ്ങനെ പറയുന്ന സമയത്ത് അമ്മ പറഞ്ഞു, എങ്ങനെയെങ്കിലും പിന്നെ ഇവിടെ നിന്നൊന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എപ്പോഴും പറയുന്ന, വേദനിക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, പഴമ്പായിൽ പൊതിഞ്ഞ്, ഞാൻ ജീവിച്ചിരിക്കുമ്പം പഴമ്പായിൽ പൊതിഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നൊക്കെയുള്ള ഒന്ന്. അതായത് ഒരു തല്ലിപ്പൊളിയാണെന്നുള്ള ചിന്ത രാഷ്ട്രീയ ഇതിലൂടെ പോകുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമല്ലേ, അതൊന്നും സ്പിരിച്വൽ അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി പുറത്തുള്ളവരുടെ ചിന്ത അതൊരു തല്ലിപ്പൊളി പരിപാടിയാണ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു ജീവിതശൈലിയുമായി നടക്കുന്ന ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് അമ്മമാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം കൂടാണ്. അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാനിവിടെ നിന്ന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി. അച്ഛൻ എന്നോട് പിന്നെ ഒന്ന് കാണുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം പഠിക്കുക എന്നുള്ളതാണ്. പഠനം നിന്നു പോയതാണ് എൻ്റെ ഏറ്റവും വലിയ വേദനയായി അന്ന് നിലനിന്നിരുന്നത്. ഈ പുസ്തകങ്ങൾ വായിക്കുകയും അങ്ങനെയുള്ള അറിവുകളൊക്കെ നേടുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു അഗ്നി പോലെ എരിഞ്ഞു നിൽക്കുന്ന, ഒരു തീരാനാവാത്ത കൊതിയായി നിൽക്കുന്ന ഒന്നാണ് പഠനമെന്ന് പറയുന്നത്. കൂട്ടുകാരൊക്കെ പഠിച്ച് അന്ന് ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് 80-82 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ബോംബെ, ഡൽഹി ഒക്കെ ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവർ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോയി നല്ല പാൻസൊക്കെ ഇട്ട് നല്ല ഇതിൽ തിരിച്ചു വരുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര നൊമ്പരമാണ്. നമ്മളൊരു കാവി കൈലി കൊടുത്ത്
ഒരു തലയെക്കെട്ടൊക്കെ കെട്ടി അതിലെ നടക്കുന്നത് കാണുമ്പോൾ ഉള്ള വ്യത്യസ്തത എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയില്ല എന്തെങ്കിലും പഠിക്കുക, ഞങ്ങൾ ബോംബെയിൽ ജോലി മേടിച്ച് തരാം, ഇല്ലെങ്കിൽ ഡൽഹി ജോലി മേടിച്ച് തരാം എന്നൊക്കെ പറയും. അപ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞ ആഗ്രഹമുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബത്തേരിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു യോഗ്യതയുമില്ലാത്ത, കാരണം കത്തോലിക്ക സെമിനാരിയിലെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെയുള്ള ഇതിൽ എന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. കാരണം ഒരു അച്ഛൻ തീരുമാനം എടുക്കുമ്പോഴും ആ തീരുമാനത്തിൽ എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടാവണം. പക്ഷേ നമ്മൾ ബൈബിളിൽ എപ്പോഴും വായിക്കുന്ന പോലെ അയോഗ്യനെ യോഗ്യനാക്കി മാറ്റുന്ന ഒരു ദൈവം. ആ ദൈവം അവിടെ നിന്ന് എന്നെ സെമിനാരിയിൽ കൊണ്ടുപോയി. ആദ്യമേ ഇംഗ്ലീഷൊക്കെയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല. അവസാനം ഒരുപാട് ബുദ്ധിമുട്ടി ഇംഗ്ലീഷൊക്കെ നടന്ന് അച്ഛന്മാർ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് എടുത്ത് ഒരു പട്ടാള ചിട്ടയിലാണ് അവിടെ വളർത്തിയെടുക്കുന്നത്. അങ്ങനത്തെ പഠനം കഴിഞ്ഞു. പ്രീ ഡിഗ്രി അവിടെ പോയി പഠിച്ചു. അങ്ങനെ തുടർ പഠനങ്ങൾ നടത്തി ഡിഗ്രികൾ എടുത്തു. അങ്ങനെ പഠിച്ച് ഞാൻ 10ാം ക്ലാസ് പിന്നെ സെമിനാരി പഠനം പൂർത്തിയാക്കിയ അച്ഛനാകുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എൻ്റെ യോഗ്യത എന്നൊന്നും പറയുന്നില്ല, ദൈവം. അതായത് ഞാനിപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ഉറച്ച ഒരു ബോധ്യം എനിക്ക് കിട്ടുന്നത്, ദൈവം അയോഗ്യനായി ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കാത്ത ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു പിടിച്ച് കൊണ്ടുപോരാൻ വേണ്ടിയാണ്. ആ ഒരു പാതയിലേക്ക് എന്നെ തിരിച്ചു വിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ യോഗ്യനാക്കി 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 കൊണ്ടുവന്നിട്ടാണ് ദൈവം ഒരു സ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ചെറുപ്പത്തിൻ്റെ ഇല്ലെങ്കിൽ ആ ഒരു വിളിയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അച്ഛൻ ഇപ്പം നിൽക്കുന്നത് ഒരു പെന്റിക്കോസ്റ്റൽ വിശ്വാസ ഒരു പാതയിലാണ്. അപ്പോൾ അച്ഛനായി ഇരിക്കുന്ന സമയത്ത് ഈ പെന്റിക്കോസ്റ്റൽ വിശ്വാസത്തെക്കുറിച്ചൊരു അറിവോ അങ്ങനെ ഉള്ളൊരു പെന്റിക്കോസ്റ്റുകാരുമായിട്ട് ബന്ധങ്ങളോ എൻകൗണ്ടറോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വലിയ അതിനെക്കുറിച്ച് അറിയില്ല. ഒന്ന്, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലും ആരും തന്നെ പെന്റക്കോസ്റ്റൽ ഇതില്ല. ബന്ധങ്ങളിലും, അതായത് രക്തബന്ധങ്ങളിലോ ഞങ്ങളുടെ ബന്ധുക്കളായിട്ട് ആരും പെന്റക്കോസ്റ്റൽ സമൂഹത്തിലില്ല. ഞാൻ ജനിച്ചു വളർന്നത് തന്നെ ഒരു 20-25 കിലോമീറ്റർ ചുറ്റുള്ള ഒരു പെന്റക്കോസ്റ്റൽ ഫാമിലി പോലും ഇല്ലാത്ത കാത്തലിക് ബെൽറ്റിലാണ് ഞാൻ ജനിച്ചു വളരുന്നത്. പിന്നീട് അച്ഛനാകുന്ന സമയത്തും സെമിനാരിയിലെ ഫോർമേഷനിൽ നമ്മുടെ ഉള്ളിലേക്ക് വളരെ ശക്തമായിട്ട് തരുന്നത് കാത്തലിക് കമ്മ്യൂണിറ്റി, ഇല്ലെങ്കിൽ കാത്തലിക്കാണ് ഏറ്റവും പ്രബലമായ, ഇല്ലെങ്കിൽ അതാണ് സത്യം എന്നുള്ള ബോധ്യങ്ങളിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പെന്റക്കോസ്റ്റൽ വിശ്വാസത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ എവിടെയെങ്കിലും വികാരിയായിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും പെന്റക്കോസ്റ്റൽ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഇങ്ങനെ ഇരുന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്, സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒരു പുച്ഛമാണ്. കാരണം ഇവരെന്തായി കാണിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. അവരെ മരച്ചുവട്ടിലിരുന്നും ഇല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഇതിലും കൈയടിച്ച് പിന്നെ എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോൾ, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്, എന്തൊക്കെയോ വിളിച്ചു പറയും എന്നൊക്കെ പറയുന്ന ആ അനുഭവങ്ങളിൽ നമുക്കൊരു പുച്ഛമാണ്. അപ്പം നമ്മൾ നോക്കുന്നത് അവര് ഇരുന്ന് ആരാധിക്കുന്ന പടപ്പുപള്ളികൾ, അതായത് കാട്ടുപള്ളികൾ പടർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടിൻ്റെ തിണ്ണയിലോ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാണ് ഇവർ ആരാധിക്കുന്നത്. അപ്പം അത് അവിടെ വെച്ചുകൊണ്ട് നമ്മളുടെ പള്ളിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഉയർന്ന മുഖവാരവും 1000-2000 കുടുംബങ്ങൾ, പ്രബലരായിട്ടുള്ള കുടുംബങ്ങൾ, സാമ്പത്തികമായി നിൽക്കുന്ന കുടുംബങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പെന്റക്കോസ്റ്റൽ സമൂഹം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ പുച്ഛമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളതും അത് അന്ധവിശ്വാസമാണെന്നും അതിലേക്കൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. പെന്റക്കോസ്റ്റുകാർ ഒരു സ്ഥലത്ത് വികാരിയായിട്ടിരുന്നപ്പോൾ, കോഴിക്കോട് ഒരു സ്ഥലത്ത് ഞാൻ വികാരിയായിട്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം ഈ പെന്റക്കോസ്റ്റൽ ഫാമിലീസ് ഒരുപാടുണ്ട്. അപ്പോൾ രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായത്, എൻ്റെ പള്ളിയിലുള്ള ഒരു നല്ല ഒരു ഫാമിലി, ആ ഫാമിലിയിലെ മോള് പെന്റക്കോസ്റ്റൽ സമൂഹത്തിൽ പോയി, ആരാധനയ്ക്ക് പോയി. അപ്പോൾ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു അമ്മച്ചി, വളരെ ശക്തമായി പള്ളിയിൽ നിന്നിരുന്ന അമ്മച്ചി
അമ്മച്ചിയെയും പിന്നെ കാണുന്നില്ല, കുർബാനയ്ക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അമ്മച്ചിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇപ്പം പള്ളിയിൽ കാണുന്നില്ലല്ലോ. അന്നേരം പറഞ്ഞ് ഞാൻ വേറെ ആരാധിക്കുന്നത്. അന്നേരം ഞാൻ ചോദിച്ചു എവിടെ, എനിക്ക് മനസ്സിലായി ഇവർ പോകുന്ന സ്ഥലമൊക്കെ മനസ്സിലായി. അന്നേരം പറഞ്ഞു ഞാനിപ്പോൾ ഒരു പെന്തക്കോസ്റ്റൽ ആരാധനയിലാണ് പോകുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ഇനി അമ്മച്ചി പള്ളിയിൽ വന്നാൽ ഞാൻ പേര് ഇതിനകത്തുനിന്ന് വെട്ടും, കത്തോലിക്കാ സഭയിൽ നിന്ന് പേര് വെട്ടിക്കളയെന്ന് പറഞ്ഞു. അന്നേരം ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങ് വെട്ടാൻ, എനിക്ക് സ്വതന്ത്രമായിട്ടങ്ങ് പോകാമല്ലോ. അത്ര തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന തൻ്റെ ഇടമല്ല, അത് അത്രമാത്രം ആത്മവിശ്വാസത്തോടെ ആ അമ്മച്ചി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു, എന്തായിരിക്കും ഇവരുടെ ആത്മവിശ്വാസം. ഇത്ര വലിയൊരു പള്ളി വിട്ട് ഇത്ര വലിയ പ്രബലമായ ഒന്ന് അമ്മച്ചിയൊക്കെ പള്ളിയിലെ പ്രധാന സ്ഥാനത്ത് മാതൃസമാജത്തിൻ്റെയൊക്കെ നിന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്നുമില്ല. എനിക്ക് ഞാൻ വണ്ടിക്ക് പോകുമ്പോൾ എനിക്ക് കാണാം ഈ പിന്നെ കൂട്ടായ്മയും അതുപോലെ തന്നെ അവിടുത്തെ പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബൈബിളും കൈ പിടിച്ച് ഒരു നമ്മളുടെ എന്താ പറയണ്ടേ അന്നത്തെ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെയുള്ള ഇതാണ്. അപ്പോൾ ഇത്രയും വിവരമുള്ള എന്നെ വിട്ട് ഒരു വിവരമില്ലാത്ത മനുഷ്യൻ്റെ കൂടെ പോകണമെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്നൊക്കെ ഞാനിങ്ങനെ അന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഏതൊരു കിട്ടിയാലും പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നീട് ഞാൻ ഇവരുമായിട്ടൊന്നും വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കാറില്ല. അങ്ങനെയുള്ളതായിരുന്നു അന്നത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്. പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പരിചിതമായ ഒരു ഗ്രൂപ്പ് പോലും ആയിരുന്നില്ല അന്ന് ആ ഒരു കാലഘട്ടത്തിൽ. അതൊരു പ്രത്യേക അനുഭവമാണ്. ഈ സത്യം തരുന്നൊരു ബോൾഡ്നെസ് ഉണ്ട് അല്ലേ അച്ഛൻ പിന്നീടത്തേതിൽ അത് തിരിച്ചറിഞ്ഞു. കാരണം അച്ഛനും സത്യത്തിൻ്റെ സാക്ഷിയായപ്പോൾ ഒരു അസാധാരണ ധൈര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ സമൂഹത്തെ വിട്ട്, ജനിച്ചു വളർന്നൊരു സമൂഹത്തെ വിട്ട് നമുക്ക് സത്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. അച്ഛൻ ആ ഒരു തിരിച്ചറിവുണ്ടായി. അബ്സല്യൂട്ട്ലി റൈറ്റ്. അത് വളരെ കറക്റ്റാണത്. കാരണം ഈ ഇവരുടെ അതായത് ആ കാലഘട്ടത്തിലാണെങ്കിലും ഇങ്ങനെ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിലേക്ക് പോകുന്ന ഏത് സമൂഹമാണെന്നോ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്നും അറിയില്ല. IPC ആണെന്നോ ഇല്ലെങ്കിൽ AG അങ്ങനെയൊന്നും എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയാത്തൊരു ഇത്. അങ്ങനെ പോകുമ്പോൾ ഇവരിലേക്ക് പിന്നീട് നമ്മളൊന്ന് ചൂഴ്ന്നിറങ്ങുമ്പോൾ ഇവരെക്കുറിച്ച് നമ്മളൊരു സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ ഇവര് പറയുന്ന ആ ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകൾ, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളിപ്പോൾ ഉള്ളിടത്ത് സത്യത്തിൻ്റെ അനുഭവങ്ങളുണ്ടെന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. അതുതന്നെയാണ് ഈ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ മുമ്പിൽ ആശ്ചര്യമായി നിൽക്കുന്നത്. അതായത് ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു ഒരു ആശ്ചര്യമായിരുന്നു ജനത്തിന്. ഇവൻ ആര് എന്ന ചോദ്യങ്ങൾ ചോദിച്ചു. ഇവൻ എവിടെ നിന്ന് ഈ അറിവ് കിട്ടി? ഇവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ, അത് ഞാനതിനെ ആത്മവിശ്വാസം എന്നാക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആത്മവിശ്വാസമൊക്കെ കണ്ടിട്ട് യഹൂദ പാരമ്പര്യവാദികളായ മനുഷ്യരാണ് യേശുക്രിസ്തുവിനെ നോക്കി പറയുന്നത്, ഇവൻ ആര്, ഇവൻ എന്താ ഈ ചെയ്യുന്നത്, ഇവനുള്ള അറിവ് എവിടുന്ന്, മറിയവും ജോസഫും അല്ലേ ഇവൻ്റെ അപ്പനും അമ്മയും, ഇവന് തച്ചനല്ലേ, പിന്നെ എങ്ങനെ ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ ഇന്നും സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കത്തോലിക്ക വിശ്വാസിയെ നോക്കി ചോദിക്കില്ല, ഒരു ഓർത്തഡോക്സുകാരനെ യാക്കോബക്കാരനെ വിശ്വാസിയെ നോക്കി ചോദിക്കില്ല. പക്ഷെ ഒരു പെന്തക്കോസ്റ്റ് സമൂഹത്തിലെ ഒരു ആഴമായി നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കും. ഒരു തെരുവിൻ്റെ ഓരങ്ങളിൽ നിന്ന് ശക്തമായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് പറയും, ഇയാൾക്കെന്നാ ഇത്, ഇയാൾക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? ഒരു ഷൈനില്ലാതെ, അതായത് നാണമില്ലാതെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒന്നായിട്ട് വരുന്നത് അത് ജീവിതത്തിൽ വലിയൊരു കാഴ്ചപ്പാട് തന്നെ ആണ്. ആത്മവിശ്വാസത്തിൻ്റെ അനുഭവം, വചനത്തിൻ്റെ ആത്മവിശ്വാസം എന്നേ ഞാനതിൽ പറയത്തുള്ളൂ. അതെ, യേശു കർത്താവിനെ കുറിച്ച് തന്നെ പറഞ്ഞൊരു സെൻറ്റൻസ് ആണല്ലോ, ഈവൻ നമ്മുടെ ശാസ്ത്രിമാരെ പോലെ പരീക്ഷന്മാരെ പോലെയല്ല അധികാരത്തോട് സംസാരിക്കുന്നു. അധികാരത്തോടെന്ന പദം അച്ഛൻ പറഞ്ഞ പോലെ അതൊരു കോൺഫിഡൻസാണ്, ധൈര്യമാണ്. അഭിപ്രായം പറയുകയല്ല. പലരും അഭിപ്രായം പറയുമ്പോൾ ഇത് ഉറപ്പിച്ചു പറയും, ഇതാണ് സത്യം. അതെ അതെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ ആ കാര്യം നന്നായിട്ട് മനസ്സിലാകും. ഞങ്ങളൊക്കെ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നത് കൊണ്ട് പുറത്തു നിന്ന് കണ്ട ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് അച്ഛനിലൂടെ ഞങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഈ ഒരു ജീവിതാനുഭവത്തിലേക്ക് വന്നതിൻ്റെ പടികൾ, എല്ലാ അനുഭവങ്ങളും പറയാം കേട്ടോ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. എങ്ങനെയാണ് ജീവിതയാത്ര മുഴുവൻ? തീർച്ചയായിട്ടും. ഞാൻ അച്ഛനായിരിക്കുന്ന സമയം കത്തോലിക്കാ സഭയുടെ എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ
അച്ഛന്മാരുടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും വാർഷിക ധ്യാനം, അച്ഛന്മാർ വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്തിരിക്കണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ രൂപത നടത്തിയ വാർഷിക ധ്യാനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ അന്ന് അസൗകര്യമുണ്ടായിരുന്നതുകൊണ്ട്, അപ്പം പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാരുടെ ഒരു ധ്യാനം ഉണ്ട് എന്ന് എല്ലാ മാസവും അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയി. അതിൽ പങ്കെടുക്കാനായിട്ട് പോയി, അച്ഛന്മാരാണ്. അപ്പം ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ നായിക്കപ്പറമ്പലച്ഛനെയും അതുപോലെ തന്നെ പനക്കലച്ഛനെയും ഒക്കെ ഞാൻ പരിചയപ്പെട്ടു. അവരുടെ ശൈലി, അവർ പനക്കലച്ഛനൊക്കെ യേശുവെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നത്, ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ കയറി. അങ്ങനെ പനക്കലച്ഛനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ എന്നോട് ചോദിച്ചു, പിന്നെ ഒരു പ്രസംഗം പറഞ്ഞ് കുർബാന ചൊല്ലാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛന്മാരല്ലേ കുർബാന ചൊല്ലാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്തോ അസൗകര്യം ഉള്ളതുകൊണ്ട് എന്നോട് ചൊല്ലാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ 80,000 പേര് പങ്കെടുക്കുന്ന ഒരു ധ്യാനമാണ് അന്ന്, പബ്ലിക്കിനുമുള്ള ധ്യാനം കൂടാണ്. അന്ന് ഞാൻ കുർബാന ചൊല്ലി, കാത്തലിക് കുർബാന ചൊല്ലിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 1.5 മണിക്കൂർ പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട്, ഇന്നത്തെ ശൈലിയിലല്ല, പക്ഷേ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ പ്രസംഗിച്ചു. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞങ്ങളെ ഇവിടെ സഹായിക്കാനൊന്ന് നിൽക്കാമോ, ഞങ്ങൾക്ക് അച്ഛന്മാരെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, രൂപതാ ബിഷപ്പിൻ്റെ പെർമിഷൻ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ രൂപതയുടെ പിതാവെന്നാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അച്ഛന് താല്പര്യമെങ്കിൽ അവിടെ ശുശ്രൂഷയ്ക്ക് നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനായി ഞാൻ നിന്നു. അപ്പം കൂടുതലായിട്ട് ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. വചനം ഓരോ ദിവസം, അപ്പം പിന്നെ പ്രസംഗിക്കണമെങ്കിൽ വചനം വായിക്കാതെ പറ്റില്ല. കാരണം മറ്റെവിടെയും നമുക്ക് അഴീക്കോടൻ സാറിൻ്റെ കൊട്ടേഷനോ ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ ഇവിടെ അത് പറ്റില്ല. കാരണം ഇവിടെ വചനമേ നമുക്ക് ഉള്ളൂ. അതാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് ഞാൻ കണ്ടത്. അവിടെ വചനത്തിലൂടെ കയറിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വചനത്തിലൂടെ കയറണമെങ്കിൽ വചനം ആഴത്തിൽ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ ഞാൻ വചന വായന തുടങ്ങി. ഇപ്പോൾ കറിസ്മാറ്റിക് ധ്യാനത്തിന് പോകാൻ തുടങ്ങി, അവരുടെ ടീം മെമ്പറായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ കറിസ്മാറ്റിക് ധ്യാനഗുരുവായി മാറി. അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ഒക്കെ ധ്യാനിപ്പിക്കാൻ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ദൈവം നേരത്തെ തന്നെ ഒരു മലയാള ഭാഷയുടെ ശൈലി തന്നിട്ടുണ്ട്. ഞാൻ മലയാളം MA പാസ്സായ ഒരാളൂടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പറയാനല്ല ഇത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭാഷയിൽ അതിനെ ചാലിച്ചെടുക്കാൻ പറ്റും. വചനത്തെ ഭാഷയിലൂടെ ചാലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അറിവ്, ഇല്ലെങ്കിൽ ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ധ്യാനിപ്പിക്കാൻ പോകാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ഒരു ധ്യാനഗുരു എന്നുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ധ്യാനഗുരു എന്നുള്ള ഒരു പേര് വന്നു. സ്ഥിരം ധ്യാനിപ്പിക്കാൻ പോക്കായി. അങ്ങനെ വന്നു കഴിഞ്ഞ് വചനം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും, ഇന്നാണെങ്കിലും അന്നാണെങ്കിലും ഞാൻ പ്രസംഗത്തിലെല്ലാം സംസാരിക്കുമ്പോഴും പേഴ്സണലി ആണെങ്കിലും ഞാൻ പറയും, ഇഫ് യു റീഡ് ദ ബൈബിൾ, ദ വേർഡ് ഓഫ് ഗോഡ്, ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് എൻഡിങ് വിത്ത് ജീസസ്. ദൈവത്തിൽ അവസാനിക്കുകയും ദൈവത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് വചനം. അപ്പോൾ വചനം വായിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ദൈവത്തെ, ഒരു എൻകൗണ്ടറാണ് ദൈവവുമായിട്ട് നടക്കുന്നത്, ക്രിസ്തുവുമായിട്ട് നടക്കുന്നത്. അത് മറ്റൊന്നുമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ വചനം വായിച്ച് മുന്നോട്ട് ഓരോ ദിവസവും ആവേശത്തോടെ വചനം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വചനം വായിച്ച് മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഇന്ന് ചെയ്യുന്ന, അത് പൗരോഹിത്യത്തെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഒരു പൗരോഹിത്യം മോശമെന്ന ഒന്നും എനിക്ക് പറയാൻ അവകാശമില്ല, ഞാൻ പറയാറുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയ പേഴ്സണൽ എൻകൗണ്ടറാണ് ഞാൻ പറയുന്നത്. എനിക്ക് വായിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പൗരോഹിത്യം ഒരു ഒരേലയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ സ്വന്തം ചിന്തയാണ് കേട്ടോ, അല്ലാതെ അച്ഛന്മാരെയോ അവരെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഞാൻ ഇന്നുവരെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുമില്ല. കാരണം അവരിൽ എത്രയോ പേരെന്നെ വളർത്താനും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അവരാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാമ്പായി എന്നെ മാറ്റിയെടുത്തത്. അപ്പം നമുക്കത് തള്ളിപ്പറയാനൊന്നും പറ്റില്ല.
പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഇത് ഈ പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, സുവിശേഷം വായിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിച്ച് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ്, ക്രിസ്തു എന്ന് പറയുന്ന ആ വലിയ സത്യം അത് പൗരോഹിത്യം കൊണ്ട് ചെയ്തു തീരേണ്ടതല്ല, ജീവിതത്തിൻ്റെ വചനബോധ്യങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. പിന്നീട് ഈ പൗരോഹിത്യം വരുന്നതെന്ന് പറഞ്ഞാൽ രാജകീയ പൗരോഹിത്യമേ ഉള്ളൂ. ക്രിസ്തുവിൽ ആരംഭിക്കുന്ന ഒന്ന് രാജകീയ പൗരോഹിത്യമാണ്. ആ ഒരു ബോധ്യത്തിലേക്കൊക്കെ ഞാൻ കടന്നു വരികയാണ്. പിന്നെ പൗലോസ് എന്ന് പറയുന്ന ആ ഒരു ക്രിസ്തു ശിഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം പൗലോസ് യഹൂദ പാരമ്പര്യങ്ങളുടെ വക്താവായി നിന്നുകൊണ്ട്, പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ പാരമ്പര്യത്തിനെതിരായി വരുന്നവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഈ പൗലോസിനെ ദമാസ്കസിൻ്റെ വാതിൽക്കൽ വെച്ച് ഒരു കൃപയുടെ നീർച്ചാലിൻ്റെ അരികിൽ വെച്ച് തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാണ്? അന്നേരം പറഞ്ഞ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ആ ക്രിസ്തുവാണെന്നുള്ള ബോധ്യങ്ങളിലേക്ക് അവൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് പാരമ്പര്യമില്ല, അവന് മറ്റൊന്നും പിന്നെ പറയാനില്ല. അവൻ ക്രിസ്തു എന്നുള്ള അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുക. ആ പൗലോസ് ഒരു പുരോഹിതനല്ല, ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനല്ല. ശിഷ്യന്മാരാരും യഹൂദ പാരമ്പര്യത്തിൻ്റെ അനുസരിച്ച് അംശവസ്ത്രങ്ങൾ ധരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരല്ല. അവരെല്ലാവരും യഹൂദന്മാരുടെ വേഷങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പൗരോഹിത്യ വേഷം ധരിച്ചിട്ടില്ല. ഒരാൾത്താരയിലും അവർ ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ അച്ഛാ, ക്ഷമിക്കണേ. ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ, പുരോഹിതന്മാരിൽ പലരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നൊരു അനുഭവം പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ശരി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാരാരും യേശുക്രിസ്തു കൈവച്ച് പുരോഹിതരല്ല. അവരെ ശിഷ്യന്മാരാക്കി പിടിക്കുക. അവർ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരും പുരോഹിതരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി പുരോഹിതരാണെന്നുണ്ടെങ്കിൽ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് പുരോഹിതരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചിരിക്കണം, പുരോഹിത ശുശ്രൂഷ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇവരാരും ചെയ്തതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. അപ്പം ഇത് ഇപ്പം പിന്നെ പറഞ്ഞ പോലെ പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടവും എന്തായി മാറി? ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു. പിന്നീട് അവർ പുരോഹിതരല്ല. എസ്കേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എസ്കേൽ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് പ്രവാചകനായി മാറുന്നത്. പിന്നീട് അയാളെ പുരോഹിതനെന്ന് വിളിക്കുന്നില്ല. എസ്കേൽ പുരോഹിതനാണ് പ്രവാചകനായി മാറുന്നത്. ഈ പ്രവാചകൻ പിന്നീട് പ്രവചനമായ ഇല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു താല്പര്യമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് വന്നില്ല. കാരണം വചനം വായിക്കുമ്പോൾ കിട്ടിയ ഒരു ബോധ്യത്തിൽ അങ്ങനെ ഇത് മനസ്സിൽ കിടന്ന് തേങ്ങാൻ തുടങ്ങി. പക്ഷേ പൗരോഹിത്യം വിടുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. കാരണം 12 വർഷത്തെ കഠിനാധ്വാനത്തിൽ രാവും പകലും ഇരുന്ന് കഠിനാധ്വാനം ചെയ്ത് പട്ടാള ചിട്ടയിലൂടെ കടന്നു വന്ന് നേടിയെടുത്താണ് ഈ പൗരോഹിത്യം. അത് വിടുന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയുമില്ല. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയല്ല, എടുപ്പിക്കുകയാണ്. അതാണ് എൻ്റെ ജീവിത വിശ്വാസം. അതാണ് ഞാൻ രാജസ്ഥാനിൽ ജയ്പൂർ പള്ളിയുടെ വികാരിയായിട്ടിരിക്കുന്ന സമയം അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റം സംഭവിക്കുന്നത്. മനസ്സിലുണ്ട്, അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ഒക്കെ ധ്യാനിപ്പിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ ചെയ്യുന്നത് അതല്ല സത്യം, അതിനപ്പുറത്തൊരു സത്യമുണ്ട്. ക്രിസ്തു മാത്രമാണ് സത്യം. ക്രിസ്തുവിലൂടെയാണ് ഇത്. ഏകരക്ഷകൻ ക്രിസ്തുവാണ്, അല്ലാതെ മറ്റൊരു രക്ഷകൻ നമുക്കില്ല. മറ്റ് വിശുദ്ധന്മാരെ ഒന്നും നമ്മൾ ആരാധിക്കാൻ പാടില്ല. ക്രിസ്തുവിനെ മാത്രമേ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അങ്ങനെയെല്ലാം ഞാൻ പറയാറുണ്ട്. അതിൻ്റെ ഏറ്റുമുട്ടലുകളും നടന്നിട്ടുണ്ട്. സ്വാഭാവിക വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ കിടന്നിങ്ങനെ നിൽക്കുമ്പോൾ ജയ്പൂരിലേക്ക് ട്രാൻസ്ഫറായി. ജയ്പൂർ പള്ളിയുടെ വികാരിയായിട്ട് ഞാൻ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയം ഒരു ദിവസം അവിടെ എല്ലാവരും ജോലിക്കാരും ഒക്കെ തിരക്കുള്ള മനുഷ്യരാണ്. അവർ രാവിലെ എന്നും കുർബാന ചൊല്ലണം. രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞാൻ കുർബാനയും ചൊല്ലി
അംശവസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട് എൻ്റെ ലോഹ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ആൾത്താരയുടെ മുമ്പിൽ ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആൾത്താരയുടെ മുമ്പിൽ ഞാനിങ്ങനെ ഇരുന്ന് ഒരു 0 വോൾട്ട് വെട്ടത്തിൽ, ആരുമില്ല പള്ളിയിൽ, ഒരു വലിയ പള്ളിയാണ്, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഈ വചനം ഇങ്ങനെ കയറുന്നുണ്ട്. അത് ഈ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ഒരു വലിയൊരു കവിഞ്ഞൊഴുക്കാണ് ഈ വചനം നമ്മുടെ മനസ്സിൽ കയറുക എന്ന് പറയുന്നത്. ഈ വചനം കയറി കഴിഞ്ഞാൽ പിന്നെ വചനം നമ്മൾ അറിയാത്ത സമയത്തും രാത്രി സ്വപ്നങ്ങളായും നമ്മുടെ പകല് ജീവിതത്തിൻ്റെ അനുഭവങ്ങളായൊക്കെ ഇതിങ്ങനെ വന്ന് എന്താ പറയുക പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എന്താ പറയുക ഇങ്ങനെ ഇറങ്ങി വന്ന ഒരാൾ നിന്നു എന്നൊന്നും അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ബട്ട് എ സൗണ്ട്, ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്. തോമസ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. തോമസ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം, യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അപ്പം ഇത് എവിടെ നിന്ന് വന്നു എന്നൊന്നും എനിക്കറിയാം. പള്ളിയിൽ ആരുമില്ല. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കി, ആരുമില്ല. എൻ്റെ മുമ്പിൽ ആരും നിൽപ്പുമില്ല. ഇപ്പം പെട്ടെന്ന് നമ്മളുടെ ഒരു ഫിലോസഫിക്കൽ തോട്ട്സ് ഉണ്ടല്ലോ, ഒരു മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പെട്ടെന്ന് പറഞ്ഞു, അത് തോന്നിയതായ എന്തെങ്കിലും ശബ്ദം കേട്ടതായിരിക്കും, അതൊക്കെ തോന്നലാണെന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പെട്ടെന്ന് ഞാൻ ഈ ശബ്ദത്തോടെ ഒരു അര മിനിറ്റ് പോലും എടുത്തില്ല. അതിനു മുൻപ് ഈ ചിന്ത വന്നു, ആ ചിന്ത മാറിപ്പോയി. ഉടനെ ഞാൻ പ്രതികരിക്കുകയാണ്, യെസ് ഐ ആം റെഡി ടു ലീവ് മൈ പ്രീസ്റ്റ്ഹുഡ്. ഇപ്പം നമ്മളിത് തമ്മിൽ ഇന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ ഒരു പൊട്ടനെ പോലെ വിളിച്ചു പറയുകയാണ്, ഐ ആം റെഡി ടു ലീവ് മൈ പ്രീസ്റ്റ്ഹുഡ്. എൻ്റെ പൗരോഹിത്യത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വാക്കും അവിടെ കേട്ടില്ല ഞാൻ. തോമസ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം, യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഏത് തീരുമാനമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നോട് ഒരു ഡിസിഷൻ എടുക്കാൻ, ഇന്ന ഡിസിഷൻ എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനതിന് പ്രതികരിക്കുന്നത്, യെസ് ഐ ആം റെഡി ടു ലീവ് മൈ പ്രീസ്റ്റ്ഹുഡ്. എൻ്റെ പ്രീസ്റ്റ്ഹുഡ് ഞാൻ ഉപേക്ഷിക്കാം. ഇതാണ് ഞാൻ മറുപടി പറയുന്നത്. പെട്ടെന്ന് ഞാൻ അതിൻ്റെ അടുത്ത ചോദ്യം കൂടെ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് നല്ലതുപോലെ അറിയാം, പൗരോഹിത്യം വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ഈ കൂലിപ്പണിക്ക് പോകുന്നതിനോ സാമ്പത്തികമായ ഭദ്രതയെക്കുറിച്ചൊന്നും അല്ല എൻ്റെ മനസ്സിലെ ചിന്ത. പക്ഷെ അനുഭവിക്കേണ്ടി വരുന്ന നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മളെക്കുറിച്ച് പറഞ്ഞു പരത്തുന്ന ഒരനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് കൊണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കും? അന്നേരം തന്നെ പറയുകയാണ്, ഞാൻ അതിൻ്റെ മറുപടി കേൾക്കുകയാണ്, ടേക്ക് യുവർ ബൈബിൾ ആൻഡ് ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് റീഡ് എന്ന് പറയാണ്. ബൈബിൾ എടുക്കുക, വായിക്കുക. അപ്പം എൻ്റെ മുമ്പിൽ POC ബൈബിളാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു ആവേശത്തോടെ ബൈബിൾ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് കിട്ടിയത് 128 സങ്കീർത്തനമാണ്. 128 സങ്കീർത്തനം കിട്ടി. ഞാനത് വായിച്ച് താഴേക്ക് പോകുമ്പോൾ അത് കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള ഭാഗമാണ് 128 സങ്കീർത്തനം. ധ്യാനത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ താഴോട്ട് വായിച്ചു പോകുമ്പോൾ ദ ലാസ്റ്റ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്, യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും, യെരുശലേമിൻ്റെ നന്മകളെ ആയുഷ്കാലം മുഴുവൻ നീ കാണും, മക്കളുടെ മക്കളെയും നീ കാണും, ഇസ്രയേലിൽ സമാധാനം വാഴട്ടെ. ഇതാണ് കിടക്കുന്നത്. പെട്ടെന്ന് ഒരാവേശത്തോടെ ഞാൻ ബൈബിൾ മടക്കി വെച്ചു. എന്നിട്ട് തല കുമ്പിട്ട് ഇങ്ങനെ ഇരുന്നു. എനിക്ക് ഉത്തരം കിട്ടി. ഇനിയും നിന്റെ അനുഗ്രഹങ്ങൾ സിയോനിൽ നിന്നാണ്. നീ ചോദിച്ച ചോദ്യം ഞാനിങ്ങനെ ജീവിക്കുമെന്നാണെങ്കിൽ ഇനിയും നിന്നെ പോറ്റിപ്പുലർത്തുന്നത് സിയോനാണ്. സിയോൻ്റെ വാതിലുകളാണ് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. അതിൻ്റെ 2ാം ഭാഗം പറയുന്നു, യെരുശലേമിൻ്റെ നന്മകളെ ആയുഷ്കാലം മുഴുവൻ നീ കാണും. അപ്പോൾ പെട്ടെന്ന് അത് ഒറ്റ വാക്കുകൊണ്ട് ആയുഷ്കാലം എന്ന് പറയുന്നത് എൻ്റെ ഈ ഏറിയാൽ 80 എന്നുള്ളത് മാത്രമല്ല, ഒരു ദൈവവൈതലിൻ്റെ ആയുഷ്കാലം. എൻ്റെ ചിന്തകൾ ഒരു ദൈവശാസ്ത്രപരമായിട്ടങ്ങ് കടന്നുപോയ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. എൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യതയോളം നിലനിൽക്കുന്ന ആയുസ്സാണ് എൻ്റേത്. അപ്പോൾ ജെറുസലേമിൻ്റെ നന്മകളെ ആയുഷ്കാലം മുഴുവൻ നീ കാണുമെന്ന് പറയുമ്പോൾ ഇനിയും എൻ്റെ ജീവിതത്തിൽ നിത്യതയോളം എനിക്ക് നന്മ, ജെറുസലേമിൻ്റെ നന്മകളെ ഞാൻ കാണാൻ പോവുകയാണ്, അനുഭവിക്കാൻ പോവുകയാണ്. മക്കളുടെ മക്കളെയും കാണും. ആ ഭാഗം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട്. കാരണം എനിക്കന്ന് 45 വയസ്സുണ്ട്. ഞാൻ കത്തോലിക്ക പുരോഹിതനാണ്. സെലിബസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡിവൈൻ എന്ന് ശക്തമായി പഠിപ്പിക്കുകയും പാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിംഗിൾ ലൈഫിലാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു കത്തോലിക്ക അച്ഛൻ ഇറങ്ങുമ്പോൾ ചാടി കയറി ഒന്നും പറ്റില്ല. ഒരു കുടുംബജീവിതത്തിൽ അരി മേടിക്കാൻ പോലും അറിയാൻ മേലാത്ത സാധനമായിരിക്കുന്നത്.
അല്ലാതെ വെറുതെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ എന്താ ഒരു കടയിൽ പോയി സാധനം മേടിക്കാൻ അച്ഛന്മാർ പോകുന്നില്ലല്ലോ, അച്ഛന്മാർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് ഇനി ഞാൻ പ്രവേശിക്കാൻ പോകുന്നു. അപ്പം അന്നേരം എനിക്ക് കിട്ടി, മക്കളുടെ മക്കളെയും നീ കാണുമെന്നുള്ളിടത്ത് എൻ്റെ ഒരു ഡൗട്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, അത് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് മനസ്സിൽ പോലും സ്വപ്നം കണ്ടിട്ടുള്ള വ്യക്തിയല്ല. കാരണം തിരക്കിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ എന്ത് കുടുംബജീവിതം, എന്ത് ചിന്തകൾ, ഇതൊന്നും മനസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് കിട്ടുകയാണ്, വീണ്ടും അതേ ഇത് തന്നെ ആവർത്തിച്ച് മനസ്സിലിങ്ങനെ ഉയർന്നു വരികയാണ്. അവിടെ പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു, ലീവ് ചെയ്തേക്കാം. പക്ഷെ ഞാൻ എങ്ങോട്ട് പോകും? ഒരു പെൻഡക്കോസ്റ്റൽ എന്നുള്ള ചിന്ത അന്നേരം വന്നിട്ടില്ല എൻ്റെ മനസ്സിൽ. ഒരു ലീവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പെന്തിക്കോസിൽ പോകണമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും അല്ല എൻ്റെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ, എങ്ങോട്ട് പോകും ഞാൻ? എനിക്കൊരു മറുപടി ഇല്ല, എങ്ങോട്ട് പോകും? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം എന്താ അനുഭവം എന്നറിയാം. കാരണം എൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കുമെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും ഒക്കെയാണ്. അവരുടെ വീട്ടിലേക്കൊരു ഭാരമായി എന്നെ സ്വീകരിക്കാൻ അവർ തയ്യാറാവില്ല. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പക്ഷേ പോട്ടട എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചേക്കാം. പക്ഷെ അവർ രണ്ടും ഇല്ലാത്തിടത്തോളം ഒരു അവഗണിക്കപ്പെട്ടവരായി ഞാൻ മാറുമെന്നുള്ളത് എനിക്ക് നല്ല ഇതാണ്. പിന്നെ ഈ സമൂഹത്തിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവർ പുച്ഛത്തോടെ പറയുന്നൊരു കാര്യം ഉണ്ടാകും, ഇതാ ധ്യാനഗുരു നടന്നു പോകുന്നു, പല്ലു കൊഴിഞ്ഞ സിംഹം എന്നൊക്കെ വിളിച്ച് പറയുന്ന അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു ഞാൻ എങ്ങോട്ട് പോകും? പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് KP യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത്, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിടണേ, ഇതുപോലെ KP യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ എടുത്തു, അദ്ദേഹത്തെ വിളിച്ചു. KP യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അന്നത്തെ ബിഷപ്പ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, യെസ് പോരെ, നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് അപ്പോൾ അവിടുന്ന് ജയ്പൂരിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ സ്വാഭാവികമായ എതിർപ്പുകൾ വന്നു. അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. KP യോഹന്നാൻ അടുത്ത് ചെന്നു. KP യോഹന്നാൻ സ്വീകരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, എന്നിട്ട് വിവാഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ അവർ നല്ല രീതിയിൽ സ്വീകരിച്ചു. എന്നോട് പറഞ്ഞു, വിവാഹം കഴിക്കണം, അല്ലാതെ നമ്മൾ സിംഗിളായിട്ടൊന്നും ഒരു വീട്ടിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, ഒരുപാട് അവിഖ്യാതികൾ കേൾക്കേണ്ടി വരും, അതുകൊണ്ട് വിവാഹം നല്ലൊരു ഇതാണ്. അദ്ദേഹം തന്നെ വിവാഹം ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ 20 വർഷത്തോളം അവിടെ സെമിനാരിയിൽ പഠിച്ച് ജോലി ചെയ്യുന്ന എൻ്റെ ഭാര്യ, പുള്ളിക്കാരൻ തന്നെ ആലോചിച്ചു. അദ്ദേഹം തന്നെ വിവാഹം നടത്തി തന്നു. അദ്ദേഹം അവിടെ എനിക്ക് നല്ല സ്ഥാനമാനങ്ങൾ തന്ന് എന്നെ സ്വീകരിച്ചു. സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഞാൻ ചെന്ന് കയറിയത്. അപ്പോൾ പിന്നീട് ഞാൻ അറിയുന്നു, അവരുടെ അച്ഛനായിട്ട് തന്നെ തുടരേണ്ടി വരും. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടിയ ഒരു ദൈവവിളി എന്ന് പറയുന്നത്, മുമ്പേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ, എൻ്റെ ആത്മവിശ്വാസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ വെലികഴിച്ചുകൊണ്ട് ഈ ഭൗതികമായ എന്തിനു വേണ്ടിയും ജീവിച്ചാലും നമുക്ക് സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ വൈഫാണെങ്കിലും എന്നെ വളരെ ആത്മീയമായ മുന്നിൽ നിൽക്കുന്ന ഒരു ആളെയാണ്. അപ്പോൾ ഞങ്ങൾ ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 3 വർഷം ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ആ സമയത്ത് നമ്മുടെ ഈ ബിലീവേഴ്സ് ചർച്ചും KP യോഹന്നാനും ഒക്കെ ഒരു പൗരോഹിത്യ ലൈനിൽ തന്നെയാണോ? തീർച്ചയായിട്ടും അദ്ദേഹം ബിഷപ്പായിരുന്നു. മെട്രോപൊളിറ്റൻ എന്നുള്ള സംബോധനയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എന്നാൽ അച്ഛൻ പൗരോഹിത്യം ഉപേക്ഷിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ അവിടെ അല്ലേ നമുക്ക് മാനസികമായിട്ട് ആശയപരമായിട്ട് അത് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ബോധ്യങ്ങളിൽ ഞാൻ പണ്ട് മുതലേ എനിക്ക് വചനബോധ്യം കിട്ടിയാൽ വചനബോധ്യമാണ്. ആ ബോധ്യങ്ങൾക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവരുത്. കാരണം വചനത്തിലൂടെ കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നത് ദൈവം തരുന്ന ബോധ്യമാണ്. ആ ബോധ്യങ്ങളെ നമ്മൾ ബലി കൊടുത്താലാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. നമുക്ക് സുരക്ഷിതമായ ഒരു അനുഭവങ്ങളുണ്ടാകും. താമസിക്കാനുള്ള ബെസ്റ്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു കറണ്ട് ബില്ല് കൊടുക്കണ്ട, വാട്ടർ ബില്ല് കൊടുക്കണ്ട,
ഒരു കാര്യത്തിന് നമ്മൾ പൈസ മുടക്കണ്ട, സുരക്ഷിതമായ ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നല്ല സാലറി ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സാലറി ഉണ്ട്, എല്ലാം കിട്ടും. പക്ഷേ അന്നേരവും നമ്മളുടെ ഉള്ളിലെ ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യസ് എന്ന് പറയില്ലേ, ഞാൻ ഇറങ്ങിയത് എന്തിന്? ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാൽ ഇതിനേക്കാളും സുരക്ഷിതമാണ്. കത്തോലിക്ക സഭയിലെ അച്ഛനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ രാജകീയമായി ജീവിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അത് വിട്ടിട്ട് ഇറങ്ങിയിട്ട് കർത്താവ് യഥാർത്ഥത്തിൽ സ്വർഗീയ സിംഹാസനം വിട്ട് ഇറങ്ങി വന്നിട്ട് കാൽവരിയിൽ നിസ്സഹായനായി മരിക്കേണ്ടി വന്ന ക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്താണ് ഈ കാൽവരിയിലേക്ക് പോയത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടാകും. ആ സ്വർഗീയ മഹത്വം വിട്ടത് എന്തിനാ? കാരണം ഒരു അടിയുറച്ച ബോധ്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അടിയുറച്ച ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേനും എനിക്കൊരു കുഞ്ഞുണ്ടായി. ഈ കർത്താവ് പറഞ്ഞ വാഗ്ദാനം, തലമുറകളെ കാണുമെന്നുള്ള വാഗ്ദാനം, അത് ആയി. അവിടുന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. കത്തോലിക്ക സഭയിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ തനിച്ചാണ്, എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. പക്ഷേ ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഭാര്യയും കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ള ചിന്ത അന്നേരവും മനസ്സിലുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നീട് നയിച്ചതെല്ലാം ദൈവം അത്ഭുതകരമായ വഴികളിലൂടെ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തീരുമാനമെടുത്തു, റിസൈൻ ചെയ്തു. അപ്പോൾ ആ നല്ല സാലറി, എല്ലാ സൗകര്യങ്ങളും വിട്ടിങ്ങ് ഇറങ്ങുകയാണ്. ഇറങ്ങി ഞങ്ങളുടെ കയ്യിൽ അന്നേരം മിച്ചമെന്ന് പറയുന്നത് അവിടുന്ന് കിട്ടുന്ന ഒരു മാസത്തെ സാലറി മാത്രമേ ഉള്ളൂ. ഈ ബാക്കിയെല്ലാം പ്രസവ സംബന്ധമായും കാര്യങ്ങൾക്കും എല്ലാം കിട്ടുന്ന ചിലവഴിഞ്ഞു പോയി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും പൈസയും കൊണ്ടാണ് ഇറങ്ങുന്നത്. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ കുമ്പനാടടുത്ത് കരിയിലുമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൊച്ചു വീട്, ഒരു പഴയ വീട് 1500 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തു. ഞങ്ങളിവിടെ താമസം തുടങ്ങി. അപ്പോൾ അന്നേരം മനസ്സിൻ്റെ ഉള്ളിൽ അന്നേരം ഇച്ചിരി ആഭരണമുണ്ട്. ഞാൻ കത്തോലിക്ക സഭയിൽ അച്ഛനായിരുന്നപ്പോൾ എൻ്റെ കഴുത്തിൽ 3 പവൻ്റെ മാലയുണ്ട്. പിന്നെ ഇവരുടെ ബിലീവേഴ്സ് ചർച്ചിലെ ആദ്യത്തെ ആഭരണം താലി കെട്ടിയ കല്യാണം ഞങ്ങളുടേതായിരുന്നു. അപ്പോൾ താലി മാലയുണ്ട് സോണിക്ക്, പിന്നെ കമ്മലൊന്നുമില്ല. അപ്പം വിവാഹ മോതിരമുണ്ട്, കൊച്ചിൻ്റെ കഴുത്തിൽ മാലയുണ്ട്. ഇതെല്ലാം കൂടെ ഊരി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ സോണി എന്നോട് പറഞ്ഞു, ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് മാറിയ ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ്. അപ്പോൾ സോണി എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് എൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയതാണ്, വീണ്ടും ആ ആഭരണം ധരിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിത് ഊരുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, താലിമാല ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ കൊടുത്ത് ഊരി തരാൻ പറഞ്ഞു. എനിക്ക് എന്താ പറയണ്ടേ, ആത്മവിശ്വാസത്തിനൊരു കുറവും വന്നില്ല. ഞാനത് കടിച്ച് അകത്തിയിട്ട് ഊരി കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ മാലയെ ഊരി, എല്ലാം ഊരി അവിടെ വെച്ചു. എന്നിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുടുംബനാഥൻ അപ്പോൾ മെല്ലെ തലപൊക്കി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് കൊടുത്താൽ ഏകദേശം ഒരു 1,00,000 അന്ന് 1,00,000 കൂടുതൽ വില കിട്ടും. അപ്പോൾ ഏകദേശം പിന്നെ നല്ലൊരു എമൗണ്ടിനുള്ളതുണ്ടല്ലോ. 1,00,000 അല്ല, 2,00,000, 6 പവനോളം ഏകദേശമുണ്ട്. അപ്പം ഏകദേശം 2,00,000 രൂപയോളം കിട്ടും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാം എന്നൊക്കെയുള്ള ഇതിലാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതുകൊണ്ട് എന്നാ ചെയ്യണം എന്ന് ഞാൻ എൻ്റെ വൈഫ് സോണിയോട് ചോദിച്ചു. അപ്പം ഒരു മറുചോദ്യമില്ലാതെ പറയുകയാണ്, നമുക്ക് ശുശ്രൂഷ ചെയ്യാം. ഞാൻ തുറന്നു പറയട്ടെ, ഈ പ്രസംഗമല്ലാതെ, കർസ്മാറ്റിക് പ്രസംഗത്തിൻ്റെ ശൈലിയല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പം ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യണം? അപ്പോൾ പറഞ്ഞ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, പവർ വിഷനിൽ ശുശ്രൂഷ ചെയ്യാം. അപ്പോൾ സോണിയുടെ ഒരു സുഹൃത്താണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ ഒരു എപ്പിസോഡിന് അന്ന് ഒരു സ്പോൺസർഡ് പ്രോഗ്രാമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു എപ്പിസോഡിന് 5,000 രൂപ കൊടുക്കണം. അതാണ് ഏറ്റവും കുറവുള്ള ഇത്. ഞങ്ങൾ അങ്ങനെ 50 എപ്പിസോഡ് എഗ്രിമെൻ്റ് എഴുതി, ഈ മാല കൊണ്ട് പണയം വെച്ച് പൈസ എടുത്ത് എപ്പിസോഡ് 50 പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 5, 25, 2,00,000 രൂപയായി. അപ്പോൾ ഈ പൈസ എല്ലാം അടച്ചിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് എന്ത് എന്ന് അറിയാൻ മേലാത്തൊരു ഇതിലേക്ക് വന്നു. പണയം വെച്ച് എടുക്കണമെങ്കിൽ പൈസ വേണ്ടേ. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ബോധ്യങ്ങളിലൂടെ, വചനബോധ്യങ്ങളിലൂടെ ഇറങ്ങുമ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, ഞാൻ മേലെ നിന്നുള്ളവനാണ്. അപ്പോൾ ഒരു ദൈവവൈതലിൻ്റെ ബന്ധവും വിളിയും എല്ലാം ഉയരങ്ങളിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ആ ഉയരങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ സിയോന്റെ വാതിലുകൾ നിനക്കായി തുറന്നിരിക്കുന്നതെന്നാണ്. പിന്നെ ഞാനെന്തിന് ഭയപ്പെടണം, ഞാൻ എന്തിന് ഇത് ചെയ്യണം, അങ്ങനെയുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഹാലലുയ സാംകുട്ടി, പരിചയം കാണും, നിലമ്പൂർ, സാംകുട്ടി നിലമ്പൂര്, അദ്ദേഹം എൻ്റെ ചർച്ചിലെ ഇതാണ്, ഞങ്ങൾ പരിചയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആ ഞായറാഴ്ച ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, അച്ഛന് വിസയുണ്ടോ അമേരിക്കയ്ക്ക് പോകാൻ? അപ്പോൾ ഞാൻ അച്ഛനായിരുന്നപ്പോൾ പോയ വിസ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട്, അങ്ങനെയെങ്കിൽ ഞാനൊരു ലെറ്റർ സംഘടിപ്പിച്ച് തരാമെന്ന് അമേരിക്കയ്ക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ നിർബന്ധിച്ച്, ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞില്ല പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ നിർബന്ധിച്ച് കുറച്ച് കണക്ഷൻസൊക്കെ ആക്കി എന്നെ അമേരിക്കയ്ക്ക് വിട്ടു. പിന്നീട് അമേരിക്കയിൽ 2-3 പ്രാവശ്യം പോയി. അമേരിക്കയിൽ പോയതിനെക്കുറിച്ച് പറയാനല്ല ഞാനിത് പറഞ്ഞത്, പക്ഷേ അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ബന്ധങ്ങളെ വിശാലമാക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വന്നു. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അന്ന് KP യോഹന്നാൻ ഇടം വിട്ടിറങ്ങുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ രാജുപോക്കാല പാസ്റ്ററുടെ IPC പ്രയർ സെൻറ്ററിൽ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ അവിടെ ചേർന്നൊരു ഓർത്തഡോക്സിലെ ഒരു അച്ഛനുണ്ട്, ഒരു ജേക്കബ് ജോർജ് അച്ഛനെ ഞാൻ അവിചാരിതമായി പരിചയപ്പെടുന്നു, ആൻറ്റിയെ. അങ്ങനെ അച്ഛനിലൂടെ ഞാൻ രാജു പാസ്റ്ററുടെ അടുത്ത് ചെന്നു, അവിടെ മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പോൾ 12 വർഷമായിട്ട് ഞാൻ അവിടുത്തെ മെമ്പറാണ്. അപ്പോൾ എന്നോട് ശുശ്രൂഷകനായിട്ട് ഏതെങ്കിലും ചർച്ച് തരാമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ചർച്ച് വേണ്ട, കാരണം നമ്മൾ കത്തോലിക്ക ശൈലിയിൽ ചർച്ച് വെച്ചുകൊണ്ടിരുന്ന പെന്തക്കോസ്തത്തിൽ വിജയിക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ചർച്ച ഏറ്റെടുത്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു ശുശ്രൂഷകനായി, ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അന്ന് മുതൽ ഞാനൊരു ഇവാഞ്ചലിസ്റ്റായിട്ട് എൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു ബോധ്യം ഇതാണ്, എൻ്റെ ബന്ധങ്ങൾ മുഴുവൻ സ്വർഗവുമായിട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും ദൈവം എൻ്റെ മുമ്പിലെ സിയോൻ്റെ വാതിലുകൾ അടച്ചിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം തരണമേ എന്ന് പഠിപ്പിച്ച കർത്താവ് എനിക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം തന്നിട്ടുണ്ട്. കൈ നീട്ടേണ്ടി വന്നിട്ടില്ല, ഒരു മനുഷ്യൻ്റെ മുമ്പിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. എന്നെ അപഹാസ്യത്തിൻ്റെ വഴികളിലൂടെ കർത്താവ് പറഞ്ഞു വിട്ടിട്ടുമില്ല. ഇന്നെനിക്ക് ഒരു മോനുണ്ട്, അവന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വൈഫ് സോണി ശുശ്രൂഷയൊക്കെ വിട്ട് ഇപ്പം വീട്ടിലിരുന്ന് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. വൈഫിൻ്റെ പശ്ചാത്തലം, വൈഫിൻ്റെ വീടൊക്കെ ഏത് ഭാഗത്താണ് കേരളത്തിൽ? കൊല്ലത്താണ്. വൈഫിൻ്റെ വീട് കൊല്ലമാണ്. ശരി. ഒരു ട്രഡീഷണൽ വിശ്വാസ പശ്ചാത്തലത്തിലായിരുന്നോ? അല്ല, പെന്തക്കോസ്റ്റൽ വിശ്വാസമല്ല, ട്രഡീഷണലി ലാറ്റിൻ കാത്തലിക് ആയിരുന്നു. 16 വയസ്സുള്ളപ്പോൾ ഒരു ദൈവദാസൻ്റെ എൻകൗണ്ടർ ആ ഭവനത്തിൽ വരികയും അവരുടെ ചുറ്റുപാടുകൾ മുഴുവനും ലാറ്റിൻ കാത്തലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് വൈഫ് തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഇടപെടൽ അവിടെ നടന്നു. പിന്നീട് അമ്മയും സോണിയുടെ ഫാദർ, പേരൻസും, പിന്നെ അമ്മയുടെ അനിയത്തിമാർ, അവരെല്ലാവരും തന്നെ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതെ, ദൈവത്തിൻ്റെ ആ ഒരു പ്രൊവിഷൻ ജീവിതത്തിൽ അനുഭവിച്ചു, ദൈവം കരം പിടിച്ച് നടത്തിയല്ലേ അന്ന്. തീർച്ചയായും ആ വിശ്വാസത്താൽ ചുവട് വെച്ചെങ്കിൽ കർത്താവ് ഒരിക്കലും ലജ്ജിപ്പാൻ സംഗതി വരുത്തിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വചനത്തിലെ ഉറച്ച ബോധ്യത്തിൽ, വചനത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് കോംപ്രമൈസാണ്. അത് നമ്മൾ ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിയ കർത്താവിന് വേണ്ടി മാത്രമായിരിക്കണം, ആ വഴിയേ ഉള്ളൂ. പിന്നെ ഒരു മറുവഴി തിരഞ്ഞെടുക്കുക. കുറുക്കു വഴികൾ ഇവിടെ ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൽ കുറുക്കു വഴികളില്ല. ആ കുറുക്കു വഴിയിലൂടെ അല്ല കർത്താവ് കാൽവരിയിലെത്തിയത്. കർത്താവിന് ഒരുപാട് മാർഗങ്ങൾ ഒരുപക്ഷെ തിരഞ്ഞെടുക്കാമായിരുന്നിരിക്കാം ദൈവമായതുകൊണ്ട്. പക്ഷേ യേശുക്രിസ്തു കാൽവരിയിലൂടെ തന്നെയാണ് രക്ഷ മനുഷ്യന് നേടിക്കൊടുത്തത്. കാൽവരി പാടുപീടുകളുടെയും അപമാനത്തിൻ്റെയും ഒക്കെയാണെന്ന് കർത്താവിന് നല്ലപോലെ അറിയാമായിരുന്നു. എന്നിട്ട് എത്രയോ പ്രാവശ്യം മുന്നേ പറഞ്ഞുകൊണ്ടാണ് ആ കാൽവരിയിലേക്കുള്ള യാത്ര പോകുന്നത്. അപ്പോൾ കോംപ്രമൈസ് ഇല്ല. കോംപ്രമൈസിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആത്മീക അപജയമെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്ത് കോംപ്രമൈസും, അതായത് വിട്ടുവീഴ്ച
എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സുരക്ഷിത കോട്ടകളെ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാകാതിരിക്കുമ്പോൾ, പൗലോസ് ആ സുരക്ഷിത കോട്ട ഉപേക്ഷിച്ചവനാണ്. ശിഷ്യന്മാർ വള്ളവും വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങുമ്പോൾ അവരുടെ സുരക്ഷിത കോട്ടയാണ് അവർ ഉപേക്ഷിക്കുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹം അവരുടെ സുരക്ഷിത കോട്ടയാണ് ഉപേക്ഷിക്കുന്നത്. എന്നിട്ടാണ് അവർ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോധ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയാൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അതായത് അനുഗ്രഹത്തിലേക്കല്ല നമ്മൾ ചൂട് വയ്ക്കേണ്ടത്, അനുഗ്രഹിച്ചവനിലേക്കാണ്, അനുഗ്രഹിക്കുന്നവനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അനുഗ്രഹിക്കുന്നവൻ്റെ കൂടെ പോയാൽ ഇഷ്ടം പോലെ നമുക്ക് അനുഗ്രഹം തരുമെന്നേ. അത് ഭൗതിക അനുഗ്രഹത്തെയാണ് നമ്മൾ എപ്പോഴും അനുഗ്രഹമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൗതിക അനുഗ്രഹം അല്ല, അതൊക്കെ ഞാൻ പറയും സെക്കൻഡറി അല്ല, തേർഡ് പാർട്ട് പോലും അതിന് ഇല്ലെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പണമുണ്ടെന്ന് വെച്ചോളൂ. എനിക്ക് ഒരുപാട് പണമുണ്ടെങ്കിൽ ആ പണം കൊണ്ട് ഒരു ആക്സിഡൻറ്റിനെ നേരിടാൻ പറ്റുമോ? ഇല്ല. ആ പണം കൊണ്ട് ഒരു ശക്തമായ രോഗം വന്നാൽ എനിക്ക് നേരിടാൻ പറ്റുമോ? ഇല്ല. അത് ലിമിറ്റഡ് ആണ്. ഈ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നതൊക്കെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ ക്രിസ്തു എന്ന മഹാ അനുഗ്രഹം എൻ്റെ അകത്തുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് ടൈമിലിയാണ്. എൻ്റെ ആവശ്യം എവിടെ വരുന്നോ ആ നിമിഷം കഴിഞ്ഞിട്ട് എന്നെ പൊക്കിയെടുക്കുകയാണ്. വീണു പോകുമെന്ന് പറഞ്ഞാൽ ആ നിമിഷം എന്നെ പൊക്കിയെടുക്കും. കാല് നിടറുമെന്ന് പറഞ്ഞാൽ അന്നേരം വന്ന് താങ്ങിപ്പിടിക്കും. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് കോംപ്രമൈസ് സ്പിരിച്വാലിറ്റി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഇന്നത്തെ കാലഘട്ടത്തോട് ഞാൻ പറയുന്നൊരു കാര്യം. കോംപ്രമൈസ് ചെയ്തുകൊണ്ട് സുരക്ഷിത കോട്ടകൾ വിടാതെ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റില്ല. സുരക്ഷിത കോട്ട വിട്ട് നമ്മൾ ഇറങ്ങി ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ സുരക്ഷിതത്വം കർത്താവ് നമുക്ക് തരും. അതുകൊണ്ടാണ് ഈ കടലിൽ ശിഷ്യന്മാർ തന്നെ വഞ്ചി തുഴഞ്ഞു പോവുകയാണ്. കാറ്റും കോളും ഉണ്ടായി, അവർ നിസ്സഹായരായി. അവിടെ യേശു ക്രിസ്തു കൈവിട്ട് കളഞ്ഞില്ല. അത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല, ഒരു ജീവിത ബോധ്യങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഓൺ ദ സ്പോട്ട് കടലിൻ്റെ മീതെ നടന്ന് അവിടെ എത്തി അവരെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ, കടലിൻ്റെ മീതെ നടന്നിട്ടാണെങ്കിലും നിന്റെ അരികിൽ ഞാൻ എത്തിയിരിക്കും, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും. അതിനിയും കാൽവരിയിൽ മരണമേറ്റിട്ടാണെങ്കിലും നീ മരിക്കാതിരിക്കാൻ നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കും. ഈ ഒരു അവബോധം നമുക്കുണ്ടാവണം. ഈ ഒരു ക്രിസ്തീയ അവബോധത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മളുടെ വിളിയുടെ അർത്ഥം, ഇല്ലെ ആരാധനയുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അച്ഛനെ പറഞ്ഞതുപോലെ ഈ ക്രിസ്തു കേന്ദ്രീകൃതമാകുന്ന ഒരു ജീവിതം, നമ്മളെ ഈ യേശുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും സംസാരിക്കുകയും അറിയുകയും ചെയ്താൽ, പൗലോസ് പറഞ്ഞില്ലേ എനിക്ക് അവനെ അറിയണം. അപ്പോൾ ആ ഒരു അറിവ് ശരിക്കും ഭയങ്കര ഒരു സ്വഭാവ മാറ്റമാണ് നമുക്ക് വരുത്തുന്നത്. ഒരു ക്രിസ്തു അനുരൂപമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, നമ്മൾ തന്നെ ക്രിസ്തുവിനെ പോലെ ആകുന്നൊരു അനുഭവം. പലപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയാച്ചാൽ, പലരും ക്രിസ്തുവിനെക്കാട്ടിലും മറ്റ് പലതുമാണ് വേദപുസ്തകത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലൈഫിൽ ചേഞ്ച് ഇല്ല, അവരുടെ ജഡസ്വഭാവങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു, ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല, സ്വഭാവമാറ്റം വരുന്നില്ല. ഈ അടുത്ത സമയത്ത് പിന്നെ അച്ഛൻ പറഞ്ഞ ഒരു വാചകം കൊണ്ട് പറയുക, അതായത് നമ്മൾ ഈ ഭൗതിക വിഷയങ്ങളുടെ പുറകെ അല്ല പോകുന്നത്, അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനം പോലും ഇല്ലാത്തതാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളുമായി സംസാരിക്കുമ്പോൾ, വളരെ പ്രസിദ്ധനായ ആളാണ്, ഒരു കർത്തൃവേലയിലുള്ള ആളാണ്. ഞാൻ പറഞ്ഞു നമുക്കൊരു സാക്ഷ്യത്തിന് വരണം. അദ്ദേഹം അപ്പോൾ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, എനിക്കങ്ങനെ ജീവിതാനുഭവം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത ഞാൻ പ്രേക്ഷകരോട് പറയുക, ജീവിതാനുഭവം ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, യേശുവിൻ്റെ കൂടെയല്ല നടക്കുന്നത്. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുകയില്ല. യേശുവിൻ്റെ കൂടെ നടന്നാൽ നമുക്ക് അസാധാരണ അനുഭവങ്ങളുണ്ടാകും. നമ്മൾ അനുഭവങ്ങൾ ചോദിച്ചത് കൊണ്ടല്ല, നമ്മുടെ കൂടെ നടക്കുന്ന യേശു നമ്മുടെ കാല് കല്ലിൽ തട്ടുമ്പോൾ ഒന്ന് നമ്മളെ പിടിക്കും. അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസത്തോട് പ്രതിസന്ധിയോട് ഒന്ന് നിൽക്കുമ്പോൾ എന്താ മോനെ നിന്ന് പോയതെന്ന് ചോദിക്കും. ഇതൊക്കെയല്ലേ അനുഭവങ്ങൾ. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നാൽ നമ്മൾ അത്ഭുതങ്ങളോ സൗഖ്യമോ വിടുതലോ ഒന്നും ചോദിക്കേണ്ട, യേശു കണ്ടറിഞ്ഞ് നമ്മെ നടത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും ദേ ആർ നോട്ട് വാക്കിംഗ് വിത്ത് ജീസസ്. ക്രിസ്തീയത്തിൽ യേശുവിൻ്റെ കൂടെയല്ല നടക്കുന്നത്, മറ്റ് പലതിൻ്റെയും കൂടെയാണ് നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരു ചോദ്യം അച്ഛന് ബുദ്ധിമുട്ടാകുകയില്ലെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ചും കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അച്ഛൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, വചനത്തോട് കോംപ്രമൈസ് ചെയ്യരുതെന്ന്. ആരംഭം മുതൽ ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. വചനം 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 എന്നാണ് അച്ഛൻ ആവർത്തിച്ച് പറയുന്നത്.
പലപ്പോഴും ഞാൻ എൻ്റെ കാത്തലിക് സ്നേഹിതന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വചനത്തെ പോലെ തന്നെ പാരമ്പര്യത്തിനും പ്രാധാന്യമുണ്ടെന്ന്. എനിക്കറിയാം, സ്വാഭാവികമായിട്ടും അച്ഛനും ഇത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ വചനവും പാരമ്പര്യവും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ഒന്ന് ഇഴ പിരിച്ച് മനസ്സിലാക്കി വചനത്തിന് എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? അച്ഛൻ ആവർത്തിച്ച് പറയുകയാണ്, ഒന്ന് പറഞ്ഞാൽ അതിലേക്ക് അനുഗ്രഹമായിരിക്കും. വചനം സ്വർഗത്തിൽ നിന്നാണ്, ഉന്നതിയിൽ നിന്നാണ് വചനം. അതായത് സ്വർഗം ഭൂമിക്ക് നൽകിയ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ഇമ്മാനുവേലായി വന്ന് വസിക്കുന്നത്. അപ്പോൾ വചനം ഫ്രം എബവ്, വേർഡ് ഓഫ് ഗോഡ് ഫ്രം എബവ്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമാണ് പാരമ്പര്യം. എങ്ങനെയാണ് പാരമ്പര്യം ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ. ഒരു കാര്യം എവിടെയെങ്കിലും ഒരാൾ ചെയ്തു, അതിനുശേഷം അതിങ്ങനെ തുടർന്ന് വരുന്നതാണ് പാരമ്പര്യം. ഒരു കൊച്ചു കഥയിലൂടെ ഞാനത് പറയാം. അത് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ്. ഒരു സന്യാസിക്ക് പൂജ നടത്തുമ്പോൾ ഒരു പൂച്ച സന്യാസിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂച്ച വന്ന് ഈ സന്യാസിയെ ശല്യം ചെയ്യുന്നതുകൊണ്ട് ഈ പൂച്ചയെ കെട്ടിയിട്ട് ഈ സന്യാസി പൂജ നടത്താൻ തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാരിത് കാണുന്നുണ്ട്. ഓരോ പൂജ നടക്കുമ്പോഴും പൂച്ചയെ കെട്ടിയിടും. അപ്പോൾ ഈ സന്യാസി അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, പൂച്ചയെ കെട്ടിയിടാതെ നമുക്ക് പൂജ നടത്താൻ പറ്റില്ല. അപ്പോൾ പൂജ ചെയ്യണമെങ്കിൽ പൂച്ചയെ കെട്ടിയിടണമെന്നുള്ള പാരമ്പര്യം എങ്ങനെ ഉണ്ടായി? അത് ഇത് ചെയ്യുന്ന കണ്ടിട്ട് വന്നതാണ്. പാരമ്പര്യം മനുഷ്യനിർമ്മിതമാണ്. അതൊരു സാമൂഹിക പശ്ചാത്തലത്തിലൊക്കെ രൂപപ്പെടുന്ന ഒന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ രൂപപ്പെടും. അത് നമുക്ക് ആർക്കും അത് തർക്കിക്കാൻ പറ്റില്ല. ചെയ്ത് ശീലമാകുന്നതാണ് പാരമ്പര്യം. പക്ഷെ ചെയ്ത് ശീലമാകുന്നതല്ല വചനം. വചനം എന്ന് പറയുന്നത് ആദിയിൽ ഉണ്ടായിരുന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. പാരമ്പര്യത്തിനപ്പുറത്ത് മറ്റൊന്നുണ്ട്. ഇന്ന് ഞാനിപ്പോൾ കത്തോലിക്ക സഭയിലെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഏതൊരു സഭയിലാണെങ്കിലും എന്തും ആയിക്കൊള്ളട്ടെ, ഏതൊരു പാരമ്പര്യമാണെങ്കിലും എടുത്തു നോക്കൂ, ആ പാരമ്പര്യം ചെന്ന് അവസാനിക്കുന്നത് ഒരു വ്യക്തിയിലോ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലോ ആയിരിക്കും അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. പക്ഷെ വചനം എടുത്ത് നോക്കിക്കോളൂ, ഇതിൻ്റെ എൻഡിങ് എവിടെയാണ്? ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും അറിയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഐ ആം ഫ്രം എബവ്, ഐ നോ, എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നു എന്ന്, ഞാൻ എവിടേക്ക് പോകുന്നതെന്നും അറിയാം. അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത്. പാരമ്പര്യത്തിലൂടെ പോകുമ്പോൾ എവിടെ വരെ പോകും? ഒരു പ്രാദേശികമായ പാരമ്പര്യം രൂപപ്പെട്ട പ്രാദേശികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊരു പള്ളിയുടെ പശ്ചാത്തലമാവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. അത് അവിടെ ചുറ്റുപാടുകൾ രൂപപ്പെട്ടതാണ്. ആ ചുറ്റുപാടുകളിലേ അതിന് പ്രാധാന്യമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രാധാന്യമില്ല. ഒരു പള്ളിയെ ചുറ്റിപ്പറ്റി വരുന്ന പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന പാരമ്പര്യമായിരിക്കാം. അതെല്ലാം ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി മാത്രമേ ഉള്ളൂ. ഇത് വേൾഡ് വൈഡ് അല്ലല്ലോ ആ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു പാരമ്പര്യത്തിൽ വിശ്വസിക്കുമ്പോൾ അമേരിക്കയിൽ ആ പാരമ്പര്യമില്ല. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ പാരമ്പര്യമാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ മൺകുടിലിൽ ഇരുന്ന് ഞാൻ വായിക്കുന്ന വചനവും അമേരിക്കയിലെ പ്രഗത്ഭന്മാരിരുന്ന് വായിക്കുന്ന വചനവും എല്ലാം തുല്യമാണ്. അപ്പം ആ തുല്യതയാണ് വചനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിനെ പാരമ്പര്യം എന്ന് പറഞ്ഞ് ഇന്നിപ്പം യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിന് പ്രാധാന്യം വരുന്നത് പ്രാദേശികമായതുകൊണ്ടാണ്. പാരമ്പര്യം കൊണ്ട് നടക്കാൻ എളുപ്പമാണ്. പാരമ്പര്യത്തിൽ നിന്ന് പാരമ്പര്യങ്ങൾ വീണ്ടും ഉണ്ടാക്കാം. പക്ഷെ വചനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇവൻ ജീവിതം തന്നെ മാറ്റിയേ പറ്റൂ. ഇപ്പോൾ ഒരു പാരമ്പര്യത്തിൽ ചെല്ലുന്നവൻ ഈ പാരമ്പര്യത്തിലൊരു കാര്യം ചെയ്തിട്ടെങ്കിൽ മടങ്ങിപ്പോന്നാൽ മതി. ഇപ്പോൾ വിറക് നേർച്ച ഉണ്ടെന്നിരിക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ കോഴിവെട്ടുണ്ടെന്നിരിക്കട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഒന്നിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ ഒരു കോഴിയെ കൊണ്ട് കൊടുത്താൽ ആ പാരമ്പര്യത്തിൻ്റെ വക്താവായി ഞാൻ മാറി. പക്ഷെ വചനം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ മാറിയേ പറ്റൂ. എൻ്റെ ശൈലി മാറിയേ പറ്റൂ, എൻ്റെ ഭാഷ മാറിയേ പറ്റൂ, എൻ്റെ ചിന്താഗതി മാറിയേ പറ്റൂ, എൻ്റെ പാത മാറിയേ പറ്റൂ, എൻ്റെ ഡ്രസ്സിങ് മാറിയേ പറ്റൂ. എല്ലാത്തിലും ടോട്ടൽ ചേഞ്ച് വന്നേ പറ്റൂ വചനം സ്വീകരിക്കുന്ന.
പാരമ്പര്യത്തിന് ആ പ്രശ്നമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറയുന്നത്. വചനം ഫ്രം എബവ്, സ്വർഗത്തിൽ നിന്ന് വന്നതാണ് വചനം. പാരമ്പര്യം മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യൻ്റെ സമ്പ്രദായങ്ങൾ. അതെ, അച്ഛൻ പറഞ്ഞതുപോലെ ഒരാൾ ചെയ്ത കാര്യം മറ്റുള്ളവർ അതെന്താ അതിൻ്റെ അർത്ഥം അറിയാതെ അത് ഫോളോ ചെയ്യുന്നു, ആവർത്തിക്കുന്നു. അപ്പം വചനം ആവർത്തിക്കുകയല്ല, വചനം ക്രിയ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പാരമ്പര്യം ആവർത്തിച്ച് ചെയ്യുന്നതാണ്. ഇനി ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു അപ്പൻ ഉണ്ടായിരുന്നു. അപ്പൻ ചെയ്ത കാര്യങ്ങളൊക്കെ മക്കൾ ഫോളോ ചെയ്യും. അവർ പറയുന്നത് എന്താണ്? ഇത് അപ്പൻ തുടങ്ങിയതാണ്, അതുകൊണ്ട് അത് നിർത്താൻ പറ്റത്തില്ല. അപ്പനിൽ അവസാനിക്കുകയാണ്, ഇല്ലെങ്കിൽ എൻ്റെ വല്യപ്പനിൽ അവസാനിക്കുക, പിന്നെ ആരംഭിക്കുന്ന പാരമ്പര്യം അത്. അപ്പം ഞാൻ കടന്ന് എന്ത് അന്വേഷിച്ച് ചെല്ലുമ്പം ഈ വല്യപ്പനിൽ തീരുകയാണത്. ഈ വല്യപ്പനപ്പുറത്ത് വല്യപ്പനുണ്ട്, ആ വല്യപ്പന് ഈ പാരമ്പര്യമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിലോസഫിക്കലി നമ്മൾ വിശകലനം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, തിയോളജിക്കലി നമ്മളിരുന്ന് വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് മനസ്സിലാക്കേണ്ടതല്ല വചനം. വചനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉൾപ്പെടുത്തി നിരന്തരമായ പേഴ്സണലൈസ് ചെയ്തെടുക്കുന്നതാണ് വചനം. എത്ര വട്ടമേശ സമ്മേളനം നടത്തിയാലും ഈ വചനമൊന്നും ആരുടെ ഉള്ളിൽ കയറാൻ പോകുന്നില്ല. എത്ര വലിയ ദൈവശാസ്ത്ര പാണ്ഡിത്യം കൊണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാലും ഈ വചനം മനസ്സിലാവത്തില്ല. കാരണം അങ്ങനെയെങ്കിൽ 12 വർഷം സെമിനാരിൽ പഠിച്ച ദൈവശാസ്ത്ര പഠനം നടത്തിയ വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന്? അത് കഴിഞ്ഞ് ഈ വചനത്തിൻ്റെ സത്യവേദ പുസ്തകത്തിൻ്റെ മുമ്പിലിരുന്ന് വചനത്തിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ, അതിൻ്റെ പടവുകളിലൂടെ കടന്നു പോയപ്പോൾ അതിൻ്റെ കുളിർമയും അതിൻ്റെ സ്നേഹവും നമ്മളെ പൊതിഞ്ഞു നിർത്തുകയാണ്. അത് ദൈവശാസ്ത്ര പാണ്ഡിത്യത്തിൻ്റെ മുമ്പിൽ കിട്ടുന്നതല്ല, ഇത് പാണ്ഡിത്യമല്ല. ഇന്നങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ഡോക്ടറേറ്റ് എടുത്താൽ എല്ലാം ആയി എന്നൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ആർക്ക് വേണം ഈ ഡോക്ടറേറ്റ്? പത്രോസിന് എന്നാ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു? ഈ ശിഷ്യന്മാർക്ക് എന്നാ ഡോക്ടറേറ്റ്? ആകെപ്പാടെ അവർക്കറിയാവുന്ന മീൻപിടുത്തം. എന്നിട്ടും അവരെ വിളിച്ച് ലോകത്തിൻ്റെ നിറവിലാക്കിയത് ക്രിസ്തുവാണെങ്കിൽ ഈ ദൈവശാസ്ത്ര പാണ്ഡിത്യത്തിൻ്റെ ആർഗ്യുമെൻ്റ് അല്ല എന്ന ആവശ്യം, അതൊക്കെ പാരമ്പര്യത്തിൻ്റെ എതിരായി വരും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചെയ്ത് പാരമ്പര്യത്തിൻ്റെ വക്താക്കളായി നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണെന്നേ. ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ തലം, അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടേ വരുന്നുള്ളൂ. ചില ഡിസിപ്ലിന് അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ ഡിസിപ്ലിൻ കൊണ്ടല്ലല്ലോ വചനം നിൽക്കുന്നത്. ഞാൻ നല്ല വൃത്തിയായിട്ട് ഇത് കൈകൂപ്പി നിന്ന ഉടനെ വചനം എൻ്റെ ഉള്ളിൽ കയറുമോ? ഇല്ല. വചനം എൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി വചനത്തിൽ അലിയണം, വചനം എന്നിൽ അലിയണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ്. ഈ എന്താ പറയുക, മുന്തിരി തണ്ടും ശാഖകളും തമ്മിലുള്ള, തായ്തടിയും ശാഖയും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. വെട്ടിമാറ്റാൻ പറ്റാത്ത, മുറിച്ചു മാറ്റാൻ പറ്റാത്ത അനുഭവം. പാരമ്പര്യത്തിൽ നിന്ന് എനിക്ക് മാറാം, പക്ഷേ വചനത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. ഞാനൊരു വചനബോധ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അതാണ് അതിൻ്റെ ഇന്നത്തെ ഈ പാരമ്പര്യവാദികളൊക്കെ, അത് ഏത് സഭയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് പാരമ്പര്യവാദികളൊക്കെ ആത്മീയതയെ നിസ്സാരമാക്കി കളയുന്നവരാണ്. ആത്മീയതയെ നിസ്സാരമാക്കി കളയുന്നത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അതിനാവശ്യം എന്നുള്ള രീതിയിൽ പറയുന്ന ഇതൊക്കെ ഉണ്ടാവും. അതൊന്നും ആവശ്യമില്ല. ക്രിസ്തുവിനെ അറിയുന്നതിന് ഈ പാരമ്പര്യം, കാരണം ഒരു ശക്തമായ ഒരു പാരമ്പര്യ ചട്ടക്കൂടുകളുടെ നടുവിൽ നിന്നാണ് ക്രിസ്തു മാറി നിന്നുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നത്. ആ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും ഇതൊക്കെ പാരമ്പര്യത്തിൻ്റെ വലയത്തിനുള്ളിലാക്കി വെച്ചു എന്നുള്ള മഹാപാതകമാണ് ഈ ലോകം ക്രിസ്തുവിനോട് ചെയ്തത് യഥാർത്ഥത്തിൽ. ദൈവത്തിൻ്റെ സ്തോത്രം. അച്ഛൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പാരമ്പര്യങ്ങൾ പ്രാദേശികമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചിന്ത ഇങ്ങനെ ഓടിപ്പോവുകയായിരുന്നു. ഏറ്റവും ഉദാഹരണം, അച്ഛൻ താലി കെട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഒരു സെൻറ് തോമസ് ക്രിസ്ത്യൻസ്, കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ ഒരു പാരമ്പര്യമാണത്. ഞാനങ്ങ് ഊഹിച്ചു പോവുകയായിരുന്നു, ഏതെങ്കിലും വിധത്തിൽ UK-യിലോ കാനഡയിലോ ഒക്കെ പോയിട്ട് അവിടെയുള്ളൊരു ഇംഗ്ലീഷുകാരുടെ പള്ളിയിൽ പോയി കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരൊരു പക്ഷേ താലി കെട്ടിയല്ലല്ലോ അവിടുത്തെ സിസ്റ്റം, അല്ലേ?
അല്ല മലയാളി പള്ളിയിലാണെങ്കിൽ പിന്നെ താലി കെട്ടാം, അല്ലെങ്കിൽ പാരമ്പര്യം അങ്ങനെ ആയതുകൊണ്ട് വീട്ടിൽ വന്നിട്ടൊരു താലി കെട്ടിയെന്നിരിക്കാം. അപ്പം പ്രാദേശികമാണ് പാരമ്പര്യങ്ങൾ. ഒടിക്കാൻ പറ്റാത്ത ഇരുമ്പോളൊക്കെ ഒന്നുമല്ല, എപ്പം വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വചനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, പാരമ്പര്യങ്ങൾ ഭൂമിയിൽ നിന്ന് മുളച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട പാരമ്പര്യങ്ങൾ കൊണ്ട് വചനത്തെ നമുക്ക് ഒതുക്കാനോ ഓവർകം ചെയ്യാനോ വചനത്തെ ട്രസ്പാസ് ചെയ്യാനോ പാടില്ല. വചനത്തെ മറികടന്നു പോകാൻ പാരമ്പര്യം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയ പാഠം അല്ലേ അച്ഛാ? അങ്ങനെ പലപ്പോഴും ചെയ്യുന്നത്. വചനം ചെറുതും പാരമ്പര്യം വലുതുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പാരമ്പര്യത്തെ തൊട്ടാൽ വചനത്തെ, അതായത് പണ്ട് ഒരു വളരെ ശക്തനായ ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ബൈബിൾ കയ്യിലെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ബൈബിൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാനിത് നിലത്തിട്ട് ചവിട്ടാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ വളരെ ഒന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ബൈബിള് വെച്ചിട്ട് അദ്ദേഹം ചവിട്ടുന്നതായി ഭാവിച്ചു, ചവിട്ടിയില്ല. എന്നിട്ട് തൊട്ടടുത്തിരുന്ന ഒരു അപ്പച്ചനെ അദ്ദേഹം കാല് മടക്കി, ഞാൻ ഈ അച്ചായനെ തൊഴിക്കാൻ പോവുക. അപ്പോഴത്തേനും ആൾക്കാരെല്ലാം കൂടെ അയ്യോ എന്ന് വെച്ചു. അപ്പോൾ ചോദിച്ചു, അതെന്താ, ഈ അപ്പച്ചനെ തൊഴിക്കുന്നതാണോ ബൈബിളിനെ ഞാൻ ചവിട്ടുന്നതാണോ നിന്ദനീയമായ കാര്യമെന്ന് ചോദിച്ചു. അവരൊന്നടങ്കം പറഞ്ഞു, അപ്പച്ചനെ ചവിട്ടുന്നതാണ് നിന്ദനീയം, ബൈബിൾ തൊഴിച്ചാലൊന്നും വലിയ പ്രശ്നം. അങ്ങനത്തെ ഒരു പരുക്കൻ ഭാവങ്ങളിലേക്ക് എവിടെയോ കൊണ്ടെത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞ കൊണ്ടെത്തിച്ചു എന്നേ പറയത്തുള്ളൂ. തൊടുന്നത് മുഴുവൻ പാരമ്പര്യത്തിൻ്റെ പേരും പറഞ്ഞ് അതിനെ അവിടെ നിന്ന് ഇത് ആരംഭിച്ചു, അവിടെ നിന്ന് ഇത്, അതിനെ തൊടാൻ പാടില്ല എന്ന്. ഈ പാരമ്പര്യത്തിൻ്റെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ, ഈ പാരമ്പര്യത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൽ ക്രിസ്തുവില്ല. ഈ പാരമ്പര്യത്തിൻ്റെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ആ പാരമ്പര്യത്തിന് കാരണമായവരെയാണ് അവിടെ പ്രഘോഷിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് കാരണമായവനെ വിട്ട് പാരമ്പര്യത്തിൻ്റെ കാരണമായവനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ എവിടെയോ ക്രിസ്തുബോധ്യം നഷ്ടപ്പെടുകയും പാരമ്പര്യ അനുഭവങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരികയാണ് അച്ഛൻ്റെ അനുഭവങ്ങൾ കേൾക്കാനായിരിക്കുന്നത്. പക്ഷേ ഒരു 10-16 വർഷം എല്ലാം കൂടെ കൂട്ടിയാൽ 28 വർഷം സെമിനാരിയും എല്ലാമായിട്ട് പഠിച്ചൊരു അച്ഛനെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, ഞാൻ കേൾക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതായത് സഭയാണ് വചനത്തിൻ്റെ കസ്റ്റോഡിയൻ, അതുകൊണ്ട് സഭയാണ് വചനം വ്യാഖ്യാനിക്കേണ്ടത്. സഭ പറയുന്നതാണ് വചനത്തിൻ്റെ വ്യാഖ്യാനമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു ആശയമുണ്ട്. സഭയാണോ ശരിക്കും വചനത്തിൻ്റെ കസ്റ്റോഡിയൻ, അതോ സ്വർഗത്തിലെ ദൈവമാണോ കസ്റ്റോഡിയൻ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ ഭൂമിയിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് ക്രിസ്തു. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങളും സ്വർഗീയ വചനങ്ങളും ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു അനുഭവമാണ്. പക്ഷേ വചനം സഭയ്ക്ക് മുന്നേ ഉണ്ട്. അല്ലാതെ സഭയിലല്ല വചനം വന്നത്, വചനത്തിലാണ് സഭ രൂപപ്പെട്ടത്. അല്ലാതെ ഈ സഭ വചനത്തിൽ എൻ്റെ കസ്റ്റോഡിയനാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ലോകമെങ്ങും പോയി, ഇല്ലെങ്കിൽ 72 പേരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി അറിയിക്കാൻ പറഞ്ഞു. അവർ പോയി തിരിച്ചു വന്നു. അന്ന് ഈ പറയുന്ന രീതിയിലുള്ള സഭ വന്നിട്ടില്ല. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ് അവർക്ക് അതൊരു കൂട്ടായ്മയാണ് വരുന്നത്. അന്ത്യത്താഴ സമയത്തും ഈ 12 ശിഷ്യന്മാരെയും വെച്ച് യേശുക്രിസ്തു ആകുന്ന അങ്ങനെ 13-ാമനിരുന്ന് അതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അതായത് വചനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് ഒരു അനുഭവമായി മാറിയത്. അപ്പം വചനമില്ല എങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല. സഭ ഭൗതികമായ ഒരു പ്രസ്ഥാനമാണ്. സഭ അത് ആദ്യകാലം മുതലേ അത് തന്നെയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, അവര്
ഇതിനെ ഒരു ഒരു എന്താ പറയണ്ട, ക്രിസ്തു സാക്ഷികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മ രൂപത്തിലാണ് വരുന്നത്. അവരപ്പം മുറിച്ചു, അതിന് ഇത് വന്നു. പിന്നീട് കാലഘട്ടം മാറി വന്നപ്പോഴേക്കും റോമാ സാമ്രാജ്യത്തിൻ്റെയൊക്കെ അധിനിവേശത്തിലൂടെ കടന്നു വന്നപ്പോഴേക്കും ഈ സഭയെന്ന് പറയുന്നത് ഒരു ചില എന്താ പറയണ്ടേ അപ്രമാദിത്വത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഇവർ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ആദിമ ക്രൈസ്തവ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് അപ്രമാദിത്വമൊന്നുമില്ല. അവർ പഠിപ്പിക്കുന്നു, പോകുന്നു, അവർ ഒന്നിച്ചു കൂടുന്നു. അതുകൊണ്ടാണ് തിമോത്തിയോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ പൗലോസ് വിളിക്കുന്ന വിളിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഫിലമോന് എഴുതിയ ലേഖനത്തിലൊക്കെ വിളിക്കുന്ന വിളി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സ്നേഹം തോന്നും. അത് ഞാൻ ഇതിൻ്റെ കസ്റ്റോഡിയൻ ആയതുകൊണ്ടല്ല, അതായത് പൗലോസ് അതിൻ്റെ കസ്റ്റോഡിയൻ ആയതുകൊണ്ടല്ല, പൗലോസ് അവരെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു കണ്ണിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വചനത്തിൻ്റെ ആഴങ്ങൾ ഈ ഭൂമിക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് സഭ. അല്ലാതെ വചനത്തിന് മുന്നേ അല്ല സഭ വന്നത്, വചനത്തിന് ശേഷമാണ് സഭ വന്നത്. യഥാർത്ഥത്തിൽ ഈ സഭയിൽ അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് യോഹന്നാൻ പറഞ്ഞില്ല ആദിയിൽ സഭയുണ്ടായിരുന്നു? സഭയല്ല ആദ്യം വന്നത്, വചനമാണ് ആദ്യം വന്നത്. വചനമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് വചനത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വാക്യം ജെറമ്യാവ് 15 ജെറമ്യാവ് പറയുന്നുണ്ട്, നിന്റെ വചനത്തെ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചെന്ന്. അപ്പോൾ ജെറമ്യാവ് ആ പുസ്തകം മുഴുവൻ എഴുതിയിട്ടില്ല. വചനത്തിൻ്റെ ഭാഗമായ പുസ്തകം എഴുതുന്നതിന് മുമ്പ് ജെറമ്യാവ് പറഞ്ഞു ഞാൻ വചനം കണ്ടെത്തി ഭക്ഷിച്ചെന്ന്. അപ്പോൾ എഴുതുന്നതിന് മുമ്പ് തന്നെ വചനമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, വചനം കാലുകൾക്ക് പാതയിൽ പ്രകാശമാണ്, കാലുകൾക്ക് ദീപം. വചനം എങ്ങനെയായിരുന്നു അത് ഞാൻ മറന്നു. 119 സങ്കീർത്തനത്തിലാണ് നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പൊ ഇത് ഓൾറെഡി വചനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശിഷ്യന്മാരും ആ യോഹന്നാനൊക്കെ കണ്ടുമുട്ടുന്ന വചനത്തെക്കുറിച്ചാണ്. പത്മോസ് ദ്വീപിലെ വെളിപ്പാട് പുസ്തകത്തില് ഈ വചനമാണ് അവൻ്റെ ഏറ്റവും അനുഭവമായി വരുന്നത്, ക്രിസ്തു. അതിനുശേഷമാണ് അവിടെ സഭയുടെ തലത്തിലേക്ക് ഇതിനെ കൊണ്ടിരുന്നത്. സഭയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഈ വചനം അനുഭവമായി വരികയാണ്. അപ്പം ഈ വചനം അനുഭവിച്ചവരെല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു കൂട്ടായ്മ. അവിടെ അപ്രമാദിത്വമില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അപ്രമാദിത്വം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കാരണം ഞാനെന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അത് പഴയ നിയമ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. പഴയ നിയമത്തിൽ യാഗം കഴിക്കാൻ ആർക്കും അവകാശമുണ്ട്? പുരോഹിതനേ ഉള്ളൂ. ജെറുസലേം ദേവാലയത്തിൽ കർത്താവ് ചാട്ടമാറെടുത്തതിൻ്റെ കാരണം എന്താ? കാരണം അവിടെ കൊണ്ടില്ലെന്ന, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തിയ ഒരു ആടിനെയും കൊണ്ട് കടന്നു ചെല്ലുന്നു. ഈ ആടിനെയും കൊണ്ട് ഞാൻ കടന്നു ചെന്ന് കഴിയുമ്പോൾ അവന്മാർ നോക്കി വെച്ചിട്ട് പറയുകയാണ് ഇത് കൊള്ളുകയില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഞങ്ങളുടെ അപ്പുറത്തൊരു ആട്ടിൻചന്തയുണ്ട്, അവിടുന്ന് മേടിച്ചോണ്ടോ. അവിടുന്ന് മേടിക്കുമ്പോൾ ആർക്കായി ലാഭം കിട്ടുന്നത്? ഇവന്മാർക്ക് തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഈ അപ്രമാദിത്വം വെച്ച് പുലർത്തിയത് കൊണ്ട് ആത്മീയതയിൽ ഇത് കയറിക്കൂടി. അപ്പോൾ ഇത് വിവേചിക്കാനും വിവരിക്കാനും വർണ്ണിച്ചു കൊടുക്കാനും ഒക്കെയുള്ള അവകാശം പുരോഹിതർക്കേ ഉള്ളൂ എന്നുള്ള ഒരബദ്ധ ചിന്ത കടന്നു വന്നു. അതിൽ നിന്ന് മോചനം കിട്ടാത്ത ഒരു സമൂഹമാണ് ഇപ്പോഴും. ഒരു പെന്തിക്കോസ് പാസ്റ്റർ, ഞാൻ പെന്തിക്കോസ് എന്നുള്ള ഇതിനെ അല്ല ഞാൻ പറയുന്നത്, ഒരു പാസ്റ്റർ അല്ലെ ഒരു മനുഷ്യൻ നിന്ന് വചനം ശക്തമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അന്നേരമേ പറയുന്നത് എന്തായിരിക്കും? അവൻ എവിടുന്നാ പഠിച്ചേ? അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഇവൻ്റെ അറിവ് എവിടെ നിന്ന് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആ കൂട്ടരോടൊപ്പം തന്നെയല്ലേ ഇവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വചനത്തിൻ്റെ കസ്റ്റോഡിയൻ സഭയല്ല. വചനം സ്വർഗത്തിൻ്റെതാണ്. സ്വർഗം നിയോഗിക്കുന്നവർ ആ വചനം പറയാൻ യോഗ്യരായി വരും. അത് സഭയിൽ വേണമെന്നോ അംശവസ്ത്രം വേണമെന്നോ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവവചനം എന്നാണ് പറയുന്നത്. ഭൂമിയിൽ സഭയുണ്ടാക്കിയ, സഭ ക്രോഡീകരിച്ച എന്ന് പറയാം, ചേർത്ത ബൈബിളിനെ സ്വർഗം ഏറ്റെടുക്കുകയോ അംഗീകരിക്കുകയല്ല ചെയ്തത്. സ്വർഗത്തിൽ ഓൾറെഡി ക്രോഡീകരിച്ച ബൈബിൾ സഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. സ്വർഗമാണ് കസ്റ്റോഡിയൻ. ഇപ്പം നമുക്ക് ഈ വചനം കിട്ടിയത് ഒരു മാർപ്പാപ്പ തന്നതല്ലല്ലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും സഭാ നേതാവ് തന്നതല്ലല്ലോ. ഇത് പെന്തിക്കോസുകാരും തന്നതല്ലല്ലോ, പെന്തിക്കോസ് പാസ്റ്റർമാരും തന്നതല്ലല്ലോ.
ഇതെവിടെ നിന്നാണ് കിട്ടിയത്? സ്വർഗത്തിൽ നിന്ന് വന്നതാണിത്. അതുകൊണ്ട് തന്നെ സ്വർഗീയ ശക്തിയാണ് ഈ വചനം. ഈ സ്വർഗീയ ശക്തിയെ ചിലർ വിവേചിക്കുമ്പോൾ അതെനിക്ക് അവകാശമുള്ളൂ എന്ന് പറയാൻ അവകാശമില്ല. ഞാനാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയാൻ അവകാശമില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വിവേചിക്കപ്പെടുന്നതാണ് വചനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അത് വിവേചിക്കുമ്പോൾ അതിൽ തെറ്റുകളോ കുറ്റങ്ങളോ സംഭവിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. പരിശുദ്ധാത്മാവില്ലാതെ വചനം വിവേചിക്കാൻ പറ്റത്തില്ല. ആയിരക്കണക്കിന് മനുഷ്യരുള്ള സഭയുടെ അധികാരിയാണ് ഞാൻ എന്ന് പറയുന്ന പുരോഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് വചനം വിവേചിക്കാനൊന്നും അവകാശമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. അതെ, ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഈ വീഡിയോയുടെ താഴെ ചോദ്യങ്ങൾ വരും. നമുക്ക് ദൈവം സഹായിച്ചാൽ അതിനൊക്കെ ഉത്തരം കൊടുക്കുന്ന അവസരങ്ങൾ പിന്നെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവജനത്തിന് അനുഗ്രഹമാകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ എന്തെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് തന്നെ ഉള്ളൂ. കാരണം എനിക്ക് ഒറ്റ വാക്കിൽ പറയാനേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൻ്റെ ഏതെന്ന്. കാരണം ദൈവം കൂടെ നിന്ന് ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, അത്രയേ ഉള്ളൂ. പിന്നെ ജീവിതത്തിൽ ഇന്നുവരെയും വചനത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ ജീവിക്കാൻ ദൈവം അനുവദിച്ചു. ദൈവത്തിൻ്റെ പാത വിട്ട്, യേശുക്രിസ്തുവിൻ്റെ പാത വിട്ട് ഒരു വഴിയിലും മാറി നിൽക്കരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഞാനൊരു സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ തലങ്ങളിലൊന്നും ഇന്നുവരെയും ഇതിനെ കണ്ടിട്ടുമില്ല, കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ദൈവം എപ്പോഴും കൂടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ ഈ വഴിയിലേക്ക് തിരിഞ്ഞു, അത് സെമിനാരി പഠന കാലഘട്ടം മുതൽ ഈ നിമിഷം വരെ ദൈവം കൈകളിൽ താങ്ങി നടക്കുന്നത് പോലെ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ വലിയ പ്രഭാഷകനാണെന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ വിദ്യാഭ്യാസ യോഗ്യത എനിക്ക് കിട്ടി, ഇതൊന്നും പ്രാധാന്യമുള്ള കാര്യമേ അല്ല. ഐ നോ മൈ ജീസസ് ക്രൈസ്റ്റ്, ഹീ ഈസ് ഫ്രം എബവ്. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നുള്ള ബോധ്യം, ഞാൻ കീഴിൽ നിന്നുള്ളവനാണെന്നും എനിക്ക് ഈ ക്രിസ്തു കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന പരമമായ ബോധ്യവും എനിക്ക് കിട്ടി. അതുമാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. പ്രധാന സ്തോത്രം. വിളിച്ചടക്കിയ ദൈവം കൈവിടുകയില്ല, കൈവിടുകയില്ല എന്ന ബോധ്യം, ആ ഒരു ജീവിതാനുഭവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും അച്ഛനിലുള്ള ആ ഒരു ധൈര്യവും ബോൾനെസ്സും നമ്മുടെ വ്യൂവേഴ്സിൽ അവരിലേക്കും പകരപ്പെടട്ടെ. പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കരുണാമയനായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയെക്കുറിച്ചും അങ്ങ് നൽകിയ ആത്മീക അവബോധത്തെക്കുറിച്ചും വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ, അവരിലേക്ക് ആത്മബോധത്തിൻ്റെ ആവേശമായി വചനത്തിൻ്റെ ശക്തി കടന്നു ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അങ്ങയെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ജീവിതത്തിൻ്റെ സുഖകരമായ അവസ്ഥകളെ വിട്ടിറങ്ങുവാനുള്ള മാനസിക വൈമനസ്യം, അതുപോലെ തന്നെ കർത്താവെ, ജീവിതത്തിൻ്റെ കഷ്ടതകൾ ഏറ്റെടുക്കുവാനുള്ള വൈമനസ്യം, ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവെ നിലനിൽക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങ് കാൽവരിയിലേക്ക് കയറിപ്പോയ വഴികളിലൂടെ ഞങ്ങളും അങ്ങയെ പിന്തുടരുന്നു. അങ്ങ് ഞങ്ങളുടെ തോളിൽ കുരിശു വെച്ച് ഞങ്ങളെ വേദനിപ്പിക്കുന്നവനല്ല. ഞങ്ങൾ വീണുപോകാതിരിക്കാൻ കുരിശു വഹിച്ചവനാണ് അങ്ങ്. ഞങ്ങൾ മരിക്കാതിരിക്കാൻ കാൽവരിയിൽ മരണമേറ്റവനാണ് അങ്ങ്. അങ്ങയുടെ ജീവനാൽ ഞങ്ങൾക്ക് ജീവനേകിയതാണ്. അങ്ങയുടെ പാടുപീടകൾ ഞങ്ങളുടെ സൗഖ്യദായക ശക്തിയായി മാറിയിട്ടുണ്ട്. ഇന്ന് കർത്താവെ, ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹമാകണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന്
ഞങ്ങളോട് ഒരുമിച്ചിരിക്കുവാൻ ഭാഗ്യം തന്ന അങ്ങയുടെ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ, എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സാധിച്ചു കൊടുത്ത് അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾക്ക് വിളക്കായി കത്തിജ്വലിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ അന്ധകാര അനുഭവങ്ങളിലും യേശുവാകുന്ന വചനം കത്തിജ്വലിച്ച് നിൽക്കട്ടെ. കൈവിടാതെ സൂക്ഷിക്കുന്ന ദൈവമേ, വിളിച്ചിറക്കിയവൻ വിശ്വസ്തനെന്ന് എന്നും ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങൾക്ക് ഇടതരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു അച്ഛാ, ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇനിയും അനേകർക്ക് അനുഗ്രഹമാക്കി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി പറയുന്നു. താങ്ക് യു. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.